സ്നേഹത്തോടെ നമ്മുടെ കാര്യക്കാരെ വിളിക്കാം. ലെറ്റ്സ് വെൽക്കം നസീറിക്ക, പ്രചോദേട്ട ആൻഡ് ബിജുക്കുട്ടണ്ണ. ഹായ് തൃശ്ശൂർ, വെൽക്കം. ഹലോ. ഫ്ലവേഴ്സ് കോമഡി ഐറ്റം വേറെ, അടുത്ത ടീം റെഡിയാണ്. അങ്ങനെയുള്ളവനാ ഞാന്. ശ്യാമുണ്ട്, ബിജു പൊഴിയൂരുണ്ട്, രാജ് തിരുവമ്പാടി ഉണ്ട്. ഒരു നല്ല കൈഡി. നാടിന് നൽകിയ സുധാമണിക്കുള്ള കേസ് വഴിത്തിരിവിലേക്ക്. സുധാമണിക്കുള്ള കേസ് ഇനി അന്വേഷിക്കുന്നത് ക്രൈംബ്രാഞ്ച് ആയിരിക്കുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. അന്വേഷണം പുരോഗമിക്കുന്നെന്ന് DGP വസന്തകുമാർ അറിയിച്ചു. പോലീസ് ഒന്നും അന്വേഷിച്ച് തെളിയാൻ പോണില്ലെന്ന് ക്രൈംബ്രാഞ്ച് പോക്കും. ക്രൈംബ്രാഞ്ച് നിങ്ങൾ ട്രെയിൻ ഓടിച്ചത് എങ്ങോട്ട് പോവുകയാണ്? എന്റെ അമ്മൂമ്മയുടെ ആയിരത്തോട് പോടി. നീ എന്താണ് ഞാൻ പാലത്തുമ്പോ പിടിച്ചു വരുന്നത്? ഞാൻ അവിടെ ശ്രദ്ധിച്ചു പോടി. ഒരു പിതുക്കാൻ കൊള്ളും. നിന്നെ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് ഞാൻ കേട്ടോ. എന്തോടി നീ ആ വാതക്കുന്ന പയ്യനെ എന്തോടി നോക്കുന്നത്? നിന്റെ മരണക്കിണറിൽ നിന്റെ ബൈക്ക് കിടന്ന് കറങ്ങുന്ന നടക്കുന്ന നിന്റെ കണ്ണ് കറന്ന് കടത്തിയാ പയ്യനെ നോക്കി. അയ്യോ, അവിടെ നിന്ന് ചെറുക്കനെയാണോ? പറയുന്ന പയ്യനെ നോക്കിയേ. അയ്യോ, നിങ്ങൾ എന്തെങ്കിലും അത് സംശയിക്കരുത് കേട്ടോ. പിന്നെ അവനെ കണ്ടാലേ നമ്മുടെ വടക്കേലെ കുമാറിനെ പോലെ ഇരിക്കും. ഞാനൊന്ന് നോക്കിപ്പോയി. എല്ലാരും നിനക്ക് കണ്ട അങ്ങ് വടക്കേലെ കുമാറാന്ന് പറഞ്ഞത്. ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ അങ്ങ് വടക്കേലെ കുമാറിനെ കാണുവന്നല്ലോ. എടി, ആ ചെറുക്കൻ നല്ല മസിലുള്ള ചെറുക്കൻ. വടക്കേലെ കുമാർ വടക്കം പോലെ ഇരിക്കണമേ. അങ്ങനെ ഇരിക്കണ നിനക്ക് അങ്ങനെ തോന്നുന്ന അങ്ങനെ നിങ്ങൾ വലിയ ക്യാമനൊന്നും ആവണ്ട. നിങ്ങൾ ഇപ്പൊ ട്രെയിനിൽ നിന്ന് ഇറങ്ങിപ്പോയ ആ ഹിന്ദിക്കാരി പെണ്ണിന്റെ വെളുത്ത പെണ്ണ്, അവളെ നിങ്ങൾ നോക്കുന്നത് ഞാൻ കണ്ടായിരുന്നല്ലോ. പിന്നെ ഞാൻ അങ്ങനത്തെ കണ്ണിലല്ല ആ കൊച്ചിനെ നോക്കി. അങ്ങനത്തെ കണ്ണി തന്നെ നോക്കിയത്. എടി, ആ കൊച്ചു സീരിയലിലൊക്കെ ഉള്ളതാണ്. പിന്നെ ഏത് സീരിയലിനകത്തുള്ളതാണ്? അതങ്ങനെ പെണ്ണുങ്ങൾ കാണുന്ന സീരിയലൊന്നും അല്ല. അത് മറ്റേ പാൽപായസം. ഞാൻ ഇന്നേ വരെ TV കണ്ടിട്ടില്ല. അതങ്ങനെ TV വരുന്ന സീരിയലല്ല. ഉള്ള ഞങ്ങൾക്ക് അങ്ങനെ പറയത്തൊന്നും വേണ്ട. കണ്ട എന്തുവാ ആ ചെറുക്കൻ നടന്നു പോണ കേട്ടാ? എന്തുവാ നമ്മുടെ വടക്കേലെ കുമാർ നടന്നു പോകുമ്പോലല്ലേ? നിനക്ക് എല്ലാരും ഈ വടക്കേലെ കുമാറിനെ പിടിക്കുന്ന എന്തുവാടി? ഒരു പോക്കൻ ഇവരെ വലിയ ബിച്ചു വന്നല്ലേ പിന്നെ ലോൺ എടുത്ത് ഇവന് 10 സെന്റ് സ്ഥലം മേടിച്ച് വല്ലയിടത്തും പറഞ്ഞു. എടി, ഈ കണക്കിന് നിന്നെ പശ്ചിമ ബംഗാളിൽ കൊണ്ടുപോയ ബംഗാളിയെ കാണുമ്പോൾ നീ പറയില്ലേ വടക്കേലെ കുണാറാന്ന് പറയുക. വടക്കേലെ കുണാറിനെ പോലെ ഒന്നുമില്ല. അയ്യോ, വടക്കേലെ കുമാർ അണ്ണാ രാധയെ കൊണ്ട് എങ്ങോട്ടാണ്? ചേച്ചിയെ കൊണ്ട്. ഓ, അപ്പൊ നിനക്ക് ചേച്ചിയെ കൊണ്ട് പോണ സ്ഥലം അറിഞ്ഞാൽ മതി. അണ്ണനെ നിനക്ക് അറിയണ്ട. അല്ല, എങ്ങോട്ട് പോകുന്നത്? ഞാൻ എവിടെ അനിയത്തിനെ വീട്ടിൽ കുറെ ദിവസം കഴിഞ്ഞാൽ വരത്തുള്ളൂ. ഗുരുവായൂർ പോവാ. ഗുരുവായൂരാ? ആ, ഗുരുവായൂര്. അണ്ണാ ഞാൻ ഗുരുവായൂർ പോവാണ്. മാറ്റം പിടിച്ച പരിപാടിയാന്ന് പറ. അവന്റെ കൊരിപ്പോക്കിന് ഇവന്റെ ശല്യക്കാരനാണ് 10 ദിവസം അനിയത്തിനെ വീട്ടിൽ കൊണ്ട് നിർത്താന്ന് വെച്ചാൽ. അപ്പൊ അവൻ ട്രെയിൻ പിടിച്ച് എന്റെ പുറകെ ഗുരുവായൂർ. നീ ഒരു കാര്യം സത്യം, നീ ആ കുണാറൂടുള്ള പ്ലാനല്ലേ? ഒന്നുമില്ല. നമ്മൾ പ്ലാൻ മാറ്റുന്നു. ഗുരുവായൂർ ക്യാൻസൽ. നമുക്ക് കൊല്ലത്ത് മാടന്നറയുള്ള ചിറ്റയുടെ വീട്ടിൽ പോ. അവര് കുറെ ദിവസമായിട്ട് വിളിക്കുന്നത്. ശരി, കൊല്ലമെങ്കിൽ കൊല്ലം. ഞാൻ പോയി ടിക്കറ്റ് മാറ്റി എടുത്തോണ്ട് വരാം. എന്തായാലും ഒരുങ്ങി എന്തുവാടാ കൊച്ചനെ നിനക്ക്? ഞാൻ പ്ലാൻ അങ്ങ് മാറ്റി. എണ്ണ എന്തോ പ്ലാൻ മാറ്റാ? ഞാൻ ഗുരുവായൂർ പോകുന്നില്ല, നിങ്ങൾ പോയിട്ട് വാ. ഷെടാ, ഇത് എന്തൊരു കൊള്ളയെന്ന് പറയാ ഈ ചെറുക്ക. ഇത് പിന്നെ നീ അങ്ങോട്ട് പോകാൻ പോണു? ഞാനേ കൊല്ലത്തുള്ള എന്റെ ഒരു അപ്പച്ചിരി വീട്ടിലോട്ട് പോകും. നീ പറഞ്ഞു കൊടുക്കുന്നേ. ഞാനൊന്നും പറഞ്ഞു ഞാനിവിടെ നിൽക്കില്ലായിരുന്ന. നിന്റെ കണ്ണ് കടന്ന് നീ പറഞ്ഞു കൊടുക്കുന്നേ. നീ ഇല്ല നിന്റെ ഈ കുണാറങ്ങനാടി അവിടെ കൊല്ലത്ത് വരുന്നത്. ഒരു കാര്യം ചെയ്യാം, ഞാൻ ഇതങ്ങ് വെക്കാം. അപ്പൊ പിന്നെ ഞാൻ ആരെയും നോക്കൂലല്ലോ. നീ ഇപ്പൊ സൗകര്യമായല്ലോ. കണ്ണ് കടന്ന് കറങ്ങുന്ന ഞാൻ കാണത്തില്ല. ഇനിയിപ്പോ സൗകര്യമായ എനിക്ക് വേണ്ട. നിങ്ങൾ വെച്ചോ. ആണുങ്ങളാ ഇതൊക്കെ വെക്കുന്നത്, അല്ലാതെ പെണ്ണുങ്ങളൊന്നും അല്ലത്. നിങ്ങൾ എന്തോ നീ തുറച്ചു നോക്കുന്നത്? അത് നിങ്ങളല്ലോ നോക്കുന്നത്. ചോമ്പ് ചുരുവാരുടെ പൊങ്ങച്ചില്ലേ? സീരിയലിലുള്ള പാൽപ്പായസത്തിൽ ഉള്ളതാന്ന്. ഇത് അല്ലാതെ ആ കൊച്ചിന് ഞാൻ ആ കടയിൽ അല്ല കാണുന്നേ. ഞാൻ അങ്ങനെ ആവശ്യമില്ലാത്ത നിന്റെ അവന്റെ ഒരു കുമാർ
എന്തുവാ എന്തുവാടോ ഇയാൾക്ക് ചുറ്റിയടി ചുറ്റിയടി കേട്ടോ പ്രശ്നം എന്താ? എന്തുവാ എന്തുവാ ഒരാളുടെ ബഹളമാണല്ലോ. ഇയാളാരാ? ഞാൻ പോട്ടറാ. ആ പോയിട്ട് വാടാ. ഓക്കേടാ. പോട്ടറാന്നല്ല പറഞ്ഞേ, ഞാൻ പോട്ടറാണ്, ഇവിടുത്തെ കൂലിക്കാരനാണ്. ഇവിടുത്തെ പോട്ടറാണോ? ആ. എന്റെ പൊന്നു പോട്ടറായത് ഞങ്ങളുടെ കുടുംബക്കാരിയാ. ആ. ഇവിടെ വേറെ എന്റെ പിന്നെ കുണാറെന്ന് പറഞ്ഞ ഒരുത്തരുണ്ട്. അവനെ എനിക്ക് അത്ര അങ്ങോട്ട് പോരാ. അപ്പൊ അത് വേറെ വിഷയം നടക്കും. അപ്പൊ ഇയാൾ അവിടുത്തെ ലോഡ് ഇറക്കിയാൽ മതി, ഇവിടെ ലോഡ് ഇറക്കാനില്ല. കേട്ടോ, ഇവിടെ ലോഡ് ഇറക്കാൻ വരില്ല. എന്റെ പൊന്നാങ്ങളെ. ആ, ഇനിയിപ്പോ പ്രശ്നമില്ല. അങ്ങ് ആങ്ങളപ്പട്ടം കൊടുത്താൽ പിന്നെ ഞാൻ തമ്മിക്കാൻ പറ്റത്തില്ല. ആരാ ഇത്? എന്റെ പൊന്നാങ്ങളെ, ഇതെന്റെ ഭർത്താവാ. ഭർത്താവ് വന്നോ? ആ. കണ്ടാ പുള്ളിയുടെ അനിയത്തിയാണെന്ന് പറയത്തുള്ളൂ കേട്ടോ ചേച്ചി. ഈ കല്യാണരാമ സിനിമയിലെ അപ്പം മുടി വളർത്തിയ പോലെ ഇരിക്കണ എവള് ഞാൻ സുന്ദരി എന്ന് പറയുമ്പോ ഇതൊക്കെയാണ് എനിക്ക് പിടിക്കാത്ത. എന്തോ അർത്ഥം കേട്ടോ. നീ ഇങ്ങനെയൊക്കെ കോലം കെട്ടി ഇറങ്ങുന്നുണ്ട് അടി വല്ല ആണുങ്ങളും വല്ലതൊക്കെ പറഞ്ഞു. എന്റെ പൊന്നാങ്ങളെ, ദൈവം എനിക്ക് ഇത്തിരി സൗന്ദര്യം തന്നുപോയി. ഇങ്ങേർക്കാണെങ്കിൽ സൗന്ദര്യം കൊടുത്തിട്ടുമില്ല. അത് ശരിയാ കേട്ടോ. അത് ശരിയാന്നോടാ പോട്ടോ. ആങ്ങളൊരു കാര്യം അറിയോ? ഇങ്ങനെ ദിവസം രാത്രി കിടന്നുറങ്ങുമ്പം എന്റെ ഫ്രണ്ടിൽ വെച്ചാ കണ്ട പെമ്പിള്ളാരെ ഫോൺ ചെയ്യുന്ന അറിയാവോ? ഇല്ലെന്ന് ഞാൻ അങ്ങനെ പെണ്ണുങ്ങളെ ഫോൺ ചെയ്യുന്ന നല്ല സുഹൃത്ത്. രാത്രി കൂടെ കിടക്കുമ്പോഴൊക്കെ പെണ്ണുങ്ങളെ വിളിക്കാന്ന് പറഞ്ഞു. ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ എന്റെ പൊന്നു സുഹൃത്തെ, ഞാൻ ഈ വാർക്കപ്പണിക്ക് പോണ ഒരു മണ്ടനാണ് ഞാൻ. വാർക്കപ്പണിക്ക് പോകുന്ന മനുഷ്യൻ? പിന്നെ എന്റെ കാല സിമെന്റ് ഇരിക്കാനില്ലേ, പിന്നെ ഞാൻ വാർക്കപ്പണിക്ക് പോന്ന. അപ്പൊ ഞാൻ എന്റെ കോൺട്രാക്ടർ ചിലപ്പോ തലേ ദിവസം വിളിക്കും, നാളെ പണിയുണ്ടോ ഇല്ലെന്ന് അറിയാം. പിന്നെ ഏത് കൺട്രാക്ടറാണ് വിളിച്ചത് രാത്രി ഉമ്മ കൊടുക്കണമെന്ന് ചോദിക്കും. അയ്യോ എന്തുവാ ഈ പറയുന്നത്? അതൊക്കെ മോശം ചേട്ടാ. കൊടുക്കുന്നല്ല. പിന്നെ കോൺട്രാക്ടർ രാത്രി വിളിച്ചിട്ട് ചോദിക്കും, എടേ ശശി നിനക്ക് നാളെ ഒരു 3 പേരുമായിട്ട് മറ്റേ സൈറ്റ് പണിക്കാവോ? അപ്പൊ ഞാൻ പറയും നടക്കത്തില്ല. ഇങ്ങനെ പറയും. എന്നാ ഒരു 7 പേരുമായിട്ട് അപ്പുറത്തേക്കാവോ? ഒരിക്കലും നടക്കത്തില്ല. അങ്ങനെ പറയുന്നേ ഞാൻ ഉമ്മ കൊടുക്കുന്നതല്ല. ഞാൻ രണ്ടുപേരും കിടന്ന് ബഹളം ഉണ്ടാക്കാതെ. ഇത് റെയിൽവേ സ്റ്റേഷൻ അല്ലേ? റെയിൽവേ സ്റ്റേഷൻ എന്തുവായാലും ഞാൻ എന്റെ കുടുംബക്കാരും അല്ലേ പറയുന്നത്. കുടുംബക്കാര്യം പറയാനുള്ള കുടുംബക്കാര്യം പറയാനുള്ള വേദി ഇതാണോ? അത് കുടുംബത്തല്ലേ പറയേണ്ടത്? നീ വേറൊരു വേദി കെട്ടിത്താടാ, ഞാൻ അങ്ങോട്ട് വരാം. അതല്ല, ഇവിടെ നടക്കുന്ന പ്രശ്നങ്ങളൊക്കെ ചേട്ടൻ അറിയാമേലേ? എന്താ പ്രശ്നം? ഇവിടെ ഇപ്പൊ തൊട്ടടുത്ത് ഒരു മരണം നടന്നറിയാവോ? ഒരു കൊല നടന്നറിയാവോ? സുധാമണി. ആ സുധാമണി കേസ് ഇപ്പൊ വഴിത്തിരിവിലായിട്ടിരിക്കുക. അപ്പൊ പോലീസുകാരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന സമയം നിങ്ങൾ ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കി പോലീസ് സ്റ്റേഷനിൽ നിങ്ങളെ വിളിച്ചോണ്ട് പോയി കഴിഞ്ഞാൽ ആകെ പൊല്ലാപ്പാവും. പിന്നെ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കേണ്ട കാര്യമുണ്ടോ? ഓ ശരി. ക്രൈംബ്രാഞ്ചിന് കൈമാറി അന്വേഷണം. അങ്ങനെ കൈമാറി. ഓ അത് ശരി. അങ്ങനെയുള്ള പ്രശ്നമുണ്ട്. പിന്നെ വേറെ കാര്യം പറഞ്ഞു. ഈ ഇതിന്റെ കേസിന്റെ ഒരു തെളിവ് കൊടുക്കുന്നവർക്ക് 5 ലക്ഷം രൂപ സർക്കാർ ഇനാം പ്രഖ്യാപിച്ചിട്ടുണ്ട്. എങ്ങനെ? ഈ കേസിന്റെ തെളിവ് ആരെങ്കിലും കൊടുക്കാനുണ്ടല്ലോ, അവർക്ക് 5 ലക്ഷം രൂപ സർക്കാർ കൊടുക്കും. അങ്ങനെ കൊടുക്കും? പിന്നെ പിന്നെ അങ്ങനെ ഇപ്പൊ തെളിവ് പറഞ്ഞ 5 ലക്ഷം രൂപ ഒക്കെ അങ്ങനെ അങ്ങ് ഇരിക്കുവാന്നോ? എന്തുവാ എത്രയോ കേസുകളിൽ അങ്ങനെ കൊടുക്കുവോ? അത് ശരി. അങ്ങനെ കൊടുക്കുന്നുണ്ടല്ലേ? കൊടുക്കുന്നുണ്ടെന്നേ. 5 ലക്ഷം കിട്ടിയ 3 ലക്ഷത്തിന് ഒരു 50,000 വെച്ച് എങ്ങനെ കളിച്ചാലും ഒരു 6 സെന്റ് സ്ഥലം കുമാറിനെ അവിടുന്ന് മാറ്റാം. പൈസ എടുത്ത് മറിച്ചാൽ എന്തെങ്കിലും കാര്യം നടക്കും. സംഭവം ഒരു എന്തുവാടി നിങ്ങൾ എന്തോ പറയാൻ പോവാ? 5 ലക്ഷം രൂപ കിട്ടാൻ പോണ നീ പൊട്ടത്തരം പറയില്ലേ? നമ്മുടെ ചെന്ന് പറഞ്ഞാൽ കിട്ടുമെന്ന് അവൻ പറയുന്നേന്ന്. വെറുതെ ആവശ്യമില്ലാത്ത ഏണി പിടിച്ച് തലയിൽ വെക്കരുത്. ഞാൻ കേട്ടോ. തലക്ക് ഇതിനകത്ത് ഇരിക്കുന്ന എന്തോന്ന് ഓർത്താ? കുറച്ച് പേനും ഈരും അല്ലാതെ എന്തോന്ന് സുഹൃത്തെ, തൃശാക്ഷയാണ്. നിങ്ങൾ എന്ത് കാണിക്കാൻ പോവാ? 5 ലക്ഷം രൂപ കിട്ടുന്നത് നീ തോന്നി പറഞ്ഞ ആവശ്യമുള്ള വിളിച്ച് പറഞ്ഞിട്ട് പോലീസ് പിടിച്ചോണ്ട് പോകും. നിങ്ങൾ പോലീസൊന്നും പിടിച്ചോണ്ട് പോകത്തില്ല. ഞാൻ അവിടെ എന്ന് പറയുന്നത് പോലീസ് പിടിച്ചോണ്ട് പോയി എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ? നിങ്ങൾ കാല് മുകളിലും തല താഴെ തലകുത്തനെ കെട്ടി തൂക്കിയിടും. ആർക്കാ നഷ്ടം? ആർക്ക് നഷ്ടം? അവർക്കാ. എടി ഇത് എന്റെ കാല് മേളിലും തല താഴെയായിട്ട് കെട്ടി തൂക്കി ഇട്ടു. ഇവരാരുടെ മുഖത്ത് നോക്കി ചോദ്യം ചെയ്യും. ഇനിയിപ്പോ അഥവാ ചോദ്യം ചെയ്യണമെങ്കിൽ ഇങ്ങനെ നിക്കണം. അങ്ങനെ എത്ര നേരം നിൽക്കും? അങ്ങനെ നിന്നാ ചകലം കഴിയുമ്പോ തല കറക്കണം. ദാ പോണ് കണ്ടാ കയറും ആർക്കായാലും. അതാണ് പ്രശ്നം. അതുകൊണ്ട് എനിക്ക് വിഷയമില്ല. അത് മാത്രമല്ല, പിന്നെ നിങ്ങൾ പോലീസ് പിടിച്ചു കഴിഞ്ഞാലേ അവര് നിങ്ങളെ കാലിലും കയ്യിലും ഓരോ നഖമായിട്ട് ഇങ്ങനെ പിഴുതെടുക്കും. അറിയാമോ? ഇതുകൊണ്ട് പോട്ടടി ഈ കുടുതാകം എല്ലാം കൂടെ ഒരു കുടുതാകത്തിന് 5 ലക്ഷം രൂപ നിന്റെ അച്ഛൻ കൊണ്ട് തരുവാടി. ഇതുകൊണ്ട് പോട്ടടി എനിക്ക് പൈസ മതി. എനിക്ക് കുണാറിനെ അവിടുന്ന് മാറ്റണം. എനിക്ക് അത്രേ ഉള്ളൂ. നീ മിണ്ടരുത്, ഞാൻ പറഞ്ഞോളാം. നീ മിണ്ടായി. അതെ, എന്നോട് പറഞ്ഞ കാര്യമില്ല. നീ ഇങ്ങോട്ട് വന്നേടാ. തുന്നടാ ഇരുമ്പോ തുന്നടാ. ഈ സംഭവം നടന്ന സ്ഥലത്തിന്റെ പേരെന്നാ? ഒറ്റപ്പുന്ന. എന്റെ വീട് എവിടാ?
പ്ലാമൂട്ടിൽ നിന്ന് ഒറ്റപ്പുന്ന വരെ വെറും 1.5 കിലോമീറ്റർ. 1.5 കിലോ. ഈ 1.5 കിലോമീറ്റർ അപ്പുറത്താണ് ഈ പെങ്കൊച്ചിന്റെ സംഭവം നടന്നിരിക്കുന്നത്. അണ്ണാ ഇങ്ങോട്ട് വാങ്ങ. എന്താ പടി? അണ്ണാ വെറുതെ ആവശ്യമില്ലാത്ത വീട്ടുകാര്യങ്ങളൊന്നും പറഞ്ഞു കൊടുത്ത് നിങ്ങൾ വെറുതെ ജയിലിലാവരുത്. എടാ ഞാൻ അങ്ങനെ നോക്കിയാ മതി കൊച്ചെ. അപ്പൊ ഈ തൊട്ടപ്പുറത്താണ് ഈ സംഭവം നടക്കുന്നത്. മൊത്തം കണ്ട ആളാണ് ആരൊക്കെ ചെയ്തതെന്ന് എനിക്കറിയാം. എല്ലാവരും അതായത് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഈ വാർക്കപ്പണിക്ക് പോണ ആളാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അപ്പം ഞാൻ വെളുപ്പിനെ ഒരു 3-3:30 മണിയാകുമ്പോൾ ഞാൻ എഴുന്നേക്കും. ഞാൻ വെളുപ്പിനെ ഞാൻ എഴുന്നേക്കും. നിങ്ങളുടെ ആരോഗ്യം. അതെ കാരണം എനിക്ക് പണിക്ക് പോകാൻ, ഈ പണിയാണല്ലോ മെയിൻ. അപ്പൊ അങ്ങനെ പണിക്ക് പോകാനായിട്ട് ഒരു 5 മണിയാകുമ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങും. അതൊക്കെ ഒരു കട്ടൻ ചായ കുടിച്ച് നടന്ന് വന്നപ്പോ ഈ സംഭവം നടന്നതിന്റെ അന്ന് രാവിലെ വെളുപ്പിനെ ഈ പെങ്കൊച്ചിന്റെ വീടിന്റെ അവരെ നേരെ വരിക എന്നെ ഓപ്പോസിറ്റ്. ഇങ്ങോട്ട് വന്നേ. എന്തുവാ അരുത്. എന്ത് അരുത്. അപ്പൊ ഇങ്ങനെ ഞാൻ കണ്ടോണ്ടിരിക്കാം. ഈ പെങ്കൊച്ചോട് അപ്പൊ എന്നോട് ചോദിച്ചു, അണ്ണാ എവിടെ പോകണം? ഞാൻ പറഞ്ഞു, ഞാൻ വാർക്കപ്പണിക്ക് പോവാ കൊച്ചേ. അപ്പൊ എന്നോട് പറഞ്ഞാൽ ഞാൻ നിർമ്മാല്യം തൊടായിട്ട് അമ്പലത്തിൽ പോയിട്ട് വരുവാ കൊച്ചേട്ടാ, വേണമെങ്കിൽ ഒരു ചായ ഇട്ട് തരാന്ന് പറഞ്ഞു. എനിക്ക് ചായ, എനിക്ക് പണിയാണല്ലോ മെയിൻ. എനിക്ക് എങ്ങനെയും വൈകുന്നേരം എന്റെ കാലത്ത് വലിയ പഠിക്കണം, എനിക്ക് അത്രേ ഉള്ളൂ. അപ്പൊ ഞാനങ്ങനെ ഈ പെങ്കൊച്ചിനോട് പറഞ്ഞു. പെങ്കൊച്ച് അകത്തോട്ട് കയറി പോവുകയും തൊട്ടു പുറകെ ഒരു ബൈക്കിനകത്ത് വരുന്നത് ഞാൻ കണ്ടു. ഇതിൽ എന്തോ എനിക്കൊരു പന്തി കേട്ട് തോന്നി. നേരെ ഞാൻ വെറുതെ വിടുവായിത്തരം പറയുന്നത്. ഒരുത്തം പെട്രോളും കത്തിച്ച് ബൈക്കേ വരിക, അതിന്റെ ഇടയിൽ കയറി വരല്ലേ നീ ആവശ്യം പോയി. അത് കഴിഞ്ഞപ്പോ എനിക്ക് സംശയം തോന്നുമ്പോൾ ഞാൻ എന്ത് ചെയ്തു, നേരെ മുന്നോട്ട് കടന്ന് ഇവരുടെ ബാക്കിലെടുത്ത മതിലെടുത്തങ്ങ് ചാടി. മതിലെടുത്ത് നിങ്ങൾ എപ്പോഴാണ് മതിലെടുത്ത് ചാടിയത്? 24 വർഷം മുമ്പ് നിന്നെ വിളിക്കാൻ നിന്റെ വീടിന്റെ മതിലടിയാ ഞാൻ വന്നത്. പഴയ കഥയൊന്നും മറക്കല്ലേ ഇല്ലാതെ കേട്ടോടി നീ അതൊന്നും മറക്കല്ലേ ഉണ്ടായിട്ട് അങ്ങോട്ട്. അപ്പൊ അങ്ങനെ ഞാൻ എടുത്ത് ചാടി. ഞാൻ അവിടെ ചെന്ന് ഈ അടുക്കളയുടെ ജനല് തുറന്ന് നോക്കിയപ്പോ കറണ്ടങ്ങ് പോയി. അവിടെ പവർ കട്ട് ആ സമയത്ത് ഞാൻ പക്ഷെ ഒരു നിഴലാലം ഞാൻ കണ്ടു. ഈ പയ്യൻ എങ്ങനെ കരുതേ കൂടെ കഴുത്ത് ഞെരിച്ച് തീർത്ത് കളഞ്ഞല്ലേ. പിന്നെ ഞാൻ കണ്ടച്ചല്ലേ എന്തെങ്കിനെ. ഈ സംഭവം ഞാൻ നിന്നോട് പറഞ്ഞ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഏത് കോടതിയിലെന്ന് പറയാം, എനിക്ക് വിഷയമില്ല. എനിക്ക് 5 ലക്ഷം രൂപ കിട്ടിയാൽ മതി. അപ്പം ഇത് നിന്നോട് പറഞ്ഞ എന്താന്ന് വെച്ചാൽ, എനിക്ക് ഈ സംഭവം അറിയാന്നുള്ളത് മറ്റൊരാൾ അറിഞ്ഞിരിക്കണം. അല്ല പിന്നെ പോലീസുകാർ എന്നെ പറ്റിച്ചാൽ അതാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അപ്പൊ നീ എന്റെ കൂടെ നിൽക്കണം. നിനക്കൊരു 20,000 രൂപ അങ്ങ് തരുക. എനിക്ക് 20,000 രൂപ നിനക്ക് അങ്ങ് തരും കേട്ടോ. എന്നടാ ഇരുമ്പോ നീ കൊള്ളാണോ നിന്റെ ഭയങ്കര ലോഡിങ് ആട്ടോ. അപ്പൊ ഒരു 20,000 രൂപ അങ്ങ് തരും. അപ്പൊ ഇപ്പൊ ഞാൻ ഗുരുവായൂർ പോവാ. പോയിട്ട് തിരിച്ചു വന്നാൽ ഉടനെ ഈ പറഞ്ഞ പോലെ പൈസ മേടിക്കുന്നു. 4,50,000 എനിക്ക്, 20,000 നിനക്ക്. ഓക്കെ ഓക്കേടാ മുത്തേ. ഓക്കെ അപ്പൊ എല്ലാം പറഞ്ഞു പോലെ 20,000 അവന് എടാ ഞാൻ ഓടിപ്പോത്തോന്ന് പൈസ കിട്ടിയാൽ നിനക്ക് ഞാനങ്ങ് തരും. ഞാൻ 20,000 രൂപ കേട്ടോ. സാജുവായിട്ട് പടി നീ ബാ. 5 കൂടെ കിടന്ന് പിടിക്കുവാ ചെറുക്കനെ. എടാ ഒരു 30,000 രൂപ തരാം. തീർന്നില്ലയോ കേട്ടോ. കലിംഗ ശശിയുടെ ഫിഗറ ചില സമയത്ത്. നീ എടാ നീ ചെറുക്കൻ എന്തുവാ? ഞാൻ പൈസ കൊണ്ട് ഓടത്തില്ലടാ. ഞാൻ പൈസ മേടിച്ച് തരാന്ന് പറഞ്ഞില്ല. ഞാൻ ആരാണെന്ന് മനസ്സിലായി നിനക്ക്? നീ ഇവിടുത്തെ പോട്ടറൊന്നും അല്ല. പിന്നെ ഞാൻ ക്രൈം ബ്രാഞ്ച് ഓഫീസറാണ്. ഏത്? അർജുൻ ഘോഷ്. അതിന് ക്രൈം ബ്രാഞ്ചിന്റെ യൂണിഫോം ഇതല്ലല്ലേ. എടാ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് എന്നെ ഡ്യൂട്ടിക്ക് ഇവിടെ ഇട്ടേക്കുവാണ്. മനസ്സിലായില്ലേ? അപ്പൊ നമുക്ക് പോയാലോ? എവിടെ പോവാന്? ഇതാണ് ഒരു തമാശയൊക്കെ പറഞ്ഞ അങ്ങനെയൊക്കെ. വെളുപ്പിനെ 3:30 നീ എഴുന്നേക്കും അല്ലേ? ഞാനോ? നല്ല കളിയായി പോയി. ഉണ്ടച്ചക്കട മൂട്. 9 മണിക്ക് ഇവിടെ തല വെള്ളം കോരി അടിക്കണം. ഞാൻ 3:30 എണ്ണിക്കുമെന്ന് പറഞ്ഞാ എന്റെ കണ്ണി നോക്കണം. എന്തിന്? നീ ആ പെണ്ണിന്റെ പുറകെ പോകും. മഞ്ഞപ്പുണ്ട് നിങ്ങളുടെ കണ്ണി. 3:30 ഞാൻ എണീക്കില്ല സാറേ. ഞാൻ വെറുതെ നീ ആ പെണ്ണിന്റെ പുറകെ പോകുന്നു. ഇല്ല. മതില് ചാടുന്നു. നീ മതില് ചാടും. ചാടിപ്പോവും. ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ ആരായാലും ചാടും. മതില് ചാടി നീ ആ പെണ്ണിന്റെ വീടിനകത്ത് കേറിയില്ല. ഞാൻ എന്റെ പൊന്നാളെ ഞാൻ കണ്ടതല്ല സാറേ. ഞാൻ അങ്ങനെയൊക്കെ ഓരോന്ന് പറയുന്നതാണ്. കൊല്ലാനോ? ഞാനോ? ഞങ്ങളുടെ വീട്ടിൽ എവളോട് ചോദിച്ചു മെലഞ്ഞാന്ന് എലിപ്പട്ടിക്കാത്തൊരു എലി വീണിട്ട് എവളാണ് വന്നത്. കിടന്ന് പടക്കുന്നത് എനിക്ക് കണ്ടിരിക്കാൻ പറ്റാത്തോണ്ടാ. ഞാൻ ചെയ്യത്തില്ല സാറേ, ചെയ്യത്തില്ല. അങ്ങനെ ചെയ്യത്തില്ല സാറേ. അങ്ങനെ പറയാം സാറേ. സാറേ ഞാൻ ചെയ്തിട്ടില്ല. നിരപരാധിയെ കൊണ്ടുപോകും. നിരപരാധിയാടാ. എന്റെ പൊന്നു
സാറേ ചെയ്തിട്ടില്ല. അയ്യോ ചേച്ചി എന്നെ കൊണ്ടുപോയി. എന്നെ കൊണ്ടുപോയി, എന്നെ കൊണ്ടുപോയി. അയ്യോ. അയ്യോ. ഇല്ല, എന്നെ കൊണ്ടുപോയി. ആടാ. ഏയ് കൊച്ചാ, അപ്പുറം പ്രശ്നം. എന്നെ കൊണ്ടുപോയി, എന്നെ കൊണ്ടുപോയി. അയ്യോ കൊണ്ടുപോകല്ലേ. ശശിയേട്ടാ ശശിയേട്ടാ അങ്ങോട്ട് വരണ അയ്യോ വടക്കല കുമാർ. കുമാരേ, ഓ എടാ ഞാനേ വായിക്കാതെ നാക്കടങ്ങി കിടക്കത്തില്ല. ആവശ്യമില്ലാത്ത പല വേലയും ഞാൻ പറയും. സാറുമായിട്ട് പോയി ഇനിയിപ്പൊ എന്നാന്നൊന്നും അറിഞ്ഞുകൂടാ. അല്ല പിന്നെ നീ ഒരു കാര്യം ചെയ്യാവോ? ഞാൻ മറ്റേ പ്ലാനൊക്കെ മാറ്റി. ഓ ഞാൻ ഗുരുവായൂർ പോണ്. നല്ല കാര്യമാ. അപ്പൊ നീ ഒരു കാര്യം ചെയ്യണം. ഗുരുവായൂർ പോകുമ്പോ എവളെ അനിയത്തിയുടെ വീട്ടിലോട്ടൊന്ന് ആക്കണം. ഓ ആക്കിയിട്ട് പറ്റുന്നെങ്കിൽ 10 ദിവസം കഴിഞ്ഞൊന്ന് വിളിച്ച് വീട്ടിലാക്കിയാണ്. ഓ ശരിയാണ്. ഞാൻ ഇച്ചിരി സമയം എടുക്കും. അതുകൊണ്ട് നിങ്ങളിപ്പോ എന്താ പറഞ്ഞേ? അല്ല ഞാൻ അവനെ കൊണ്ട് വിടാൻ പറഞ്ഞു കുമാറിനു. നിങ്ങളിപ്പോ കുമാറിനോട് എന്താ പറഞ്ഞേ? നിന്നെ കൊണ്ട് അവിടെ വിടാൻ പറഞ്ഞു. എന്നെ കൊണ്ട് പോവാൻ ഗുരുവായൂരല്ലേ? നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. എന്ത്? ഒരാപത്ത് വന്നാൽ സഹായിക്കാൻ വടക്കേല കുമാറേ ഉള്ളൂ. ഒരു നല്ല കൈയടി ഇവർക്ക് 3 പേർക്കും വടക്കേലെ കുമാറിന് ഒരു നല്ല കൈയടി. ഗംഭീരമായിരുന്നു. അടിപൊളി അടിപൊളി, ഒന്നും പറയാനില്ല. ശ്യാമ് വീണ്ടും ശ്യാമിന്റെ കരുത്തുകൾ തെളിയിക്കുകയാണ്. കാര്യം ശ്യാമാണ് നിങ്ങളുടെ ഈ സ്കിറ്റിന്റെ നെടുന്തൂണ് എന്ന് പറയുന്ന ശ്യാമിന്റെ ഒരു കളിയുടെ ആ സ്കിറ്റിൽ നമ്മൾ പുറകോട്ട് ചിന്തിച്ച് നോക്കിയാൽ സംഭവം അതിൻ്റെ അകത്ത് വലിയ കഴമ്പുകളൊന്നും കാണത്തില്ല. ഇപ്പൊ ഈ സ്കിറ്റിനെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ. വലിയ കഴമ്പ് കണ്ടില്ലെങ്കിലും നിങ്ങളത് കളിച്ച് അതിൻ്റെ അകത്ത് കഴമ്പ് ഉണ്ടാക്കിയിരിക്കും. അത് നിങ്ങളുടെ ഒരു കളിയുടെ പവർ. അതിനൊപ്പിച്ചാണ് ആ ശ്യാമിൻ്റെ അതേ പവറിൽ തന്നെ അതിന് സപ്പോർട്ടായിട്ട് 2 പേരും കൂട്ടത്തിലുണ്ട്. അതാണ് നിങ്ങളുടെ ഒരു സ്കിറ്റിൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റി. അതാണ് ഞാൻ ഇവിടെ വന്നിട്ട് ഇപ്പോൾ ഒരു 5-8 എണ്ണമായി നിങ്ങൾ കാണാൻ തുടങ്ങിയിട്ട്. അതിലെല്ലാം ശ്യാമിൻ്റെ ഒരു ഷോയ്ക്കകത്താണ് അത് നിന്നു പോകുന്നത്. അതിനൊപ്പിച്ച് ഇവരും കൂടെ നിൽക്കുമ്പോൾ ആ സാധനം ഒരു ബൂസ്റ്റപ്പ് സാധനമായിട്ട് അങ്ങ് മാറുകയാണ്. അവരങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടാണ് ദൈവാനുഗ്രഹിച്ച് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. അല്ല, അവരുടെ ബലം ശ്യാമാണ്, ശ്യാമിന്റെ ബലം അവരാണ്. അതാണ് അത് രണ്ട് ഒരു ടീം വർക്ക് എന്ന് പറയുന്നത് അതാണല്ലോ. ആ ഒരു ക്വാളിറ്റി പോകുന്നതുകൊണ്ടാണ് അത് അങ്ങനെ കിട്ടുന്നത്. സത്യം പറഞ്ഞാൽ ഇത് പെട്ടെന്ന് തല്ലിക്കൂട്ടിയതുപോലെ എനിക്ക് ഫീൽ ചെയ്ത്. പെട്ടെന്ന് ഉണ്ടാക്കിയെടുത്തൊരു ഒരു ഐറ്റം. ഞാൻ അത് കഴിയുന്നു നിന്നെ കൊണ്ടാക്കാനായിട്ട് അങ്ങോട്ട് പോകുന്നു, അന്നേരം നീ മറ്റൊരാളായിട്ട് വരുന്നു. ഇങ്ങനെ വാമൊഴിയാണ് അല്ലേ? അല്ലാതെ നമ്മൾ 1 by 1 ആയിട്ട് സ്ക്രിപ്റ്റ് എഴുതിയെടുത്ത് നീ ഇത് തന്നെ പറയണം, അപ്പം ഞാൻ ഇവിടെ നിന്ന് ഇതങ്ങ് പറയും, അങ്ങനെയില്ല. അങ്ങനെ ഇല്ലാതെ ഒരു കളിയിലാണ് ഈ സാധനത്തിൻ്റെ അത്. പക്ഷേ ഒരിക്കലും രാജേഷ് തിരുവമ്പാടി ഈ ഒരാളാണെന്ന് മനസ്സിലായില്ല കേട്ടോ. കാര്യം ആദ്യത്തെ ആ മൊബൈലിലെ ആ സാധനം വായിക്കുന്നു, പോലീസുകാരെ പറയുന്നു, മറ്റവരിത് ഏറ്റോളും എന്നൊക്കെ പറയുന്നു. പിന്നെ ഇങ്ങനെ വിടുവായിത്തരം പറഞ്ഞ് അബദ്ധത്തിൽ ചാടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഇത് എൻ്റെ വീടിൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു ആളുണ്ട്. നല്ല രസമായിട്ട് നിങ്ങൾ 3 പേരും ചെയ്തു. റജി എൻ്റെ ബിജു പൊഴിയൂരിന് വീണ്ടും മനസ്സിന് സന്തോഷം വന്നല്ല. അപ്പ കൊള്ളാവട്ടെ, ഉഗ്ര സാധനം അത്. ആ സാധനം നല്ല സാധനമാണ്, ഗംഭീരമായിട്ടുണ്ട്, അടിപൊളി. താങ്ക് യു. ശ്യാമേ, രാജേഷേ, ബിജു പൊളിച്ചടിക്കും കേട്ടോ. സ്കിറ്റ് പൊളിച്ചടിക്കും. ശ്യാമ ഇത് തുടക്കം തൊട്ടൊരു എനർജി ലെവൽ എന്ന് പറഞ്ഞാൽ ഒരു ഉഗ്രം കൈയിടിയാണ്. ശ്യാമ താണ്ഡവമായിരുന്നു. അതായത് അതിനകത്ത് വന്ന് നിന്ന് ഈ എന്താ പറയുന്നത്, നമ്മൾ ചില കാര്യങ്ങൾ ഇപ്പോൾ അപ്പ് എന്ന് പറയുന്നത് ചിലപ്പോൾ നമുക്ക് 2 സ്പോട്ടോ 3 സ്പോട്ടോ പറ്റുള്ളൂ. പക്ഷേ അത് കിട്ടുന്ന സമയത്ത് ടൈമിങ്ങിൽ അല്ലേ അഡീഷണൽ കുറേ സാധനം വന്നു, അതിനൊക്കെ ചിരി വന്നു. അതുപോലെ രാജേഷ് ആദ്യം വന്ന് നിന്ന് വളരെ സീരിയസ് ആയിട്ട് ഒരു പോർട്ടറായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുന്നു. പിന്നീട് ചേഞ്ച് ഓവർ ഉണ്ട്, പോലീസ് അതിന് ശേഷം വിടാതിരിക്കുന്നു. ഭയങ്കര രസമായിട്ട് അത് ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവന്നുണ്ട്. 3ാമത്തെ വലിക്കേ 5 രൂപ കൂടെ ചോദിക്കാൻ ശരിയാ, നമ്മളും അത് വിശ്വസിക്കും. കാരണം 5 രൂപ കൂടുതൽ ചോദിക്കാനുള്ള ഒരു പരിപാടിയാണോ അത്. പിന്നെ ബിജുവിന്റെ നിങ്ങളുടെ വടക്കേല കുമാർ ആ സാധനമൊക്കെ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ 3 പേരും നല്ല ഇളകി ആടിയാണ് കളിച്ചത്. ഇപ്പോൾ ബിജുവിന്റെ പോർഷൻ വൃത്തിയായിട്ട് ചെയ്യുന്നു, ശ്യാം ചെയ്യുന്നു, രാജേഷ് ചെയ്യുന്നു. ശ്യാം പറഞ്ഞ പോലെ തന്നെ ഇവരുടെ 2 പേരുടെ സപ്പോർട്ട് എന്ന് പറയുന്നൊരു സംഭവം, ടീം വർക്ക് എന്ന് പറയുന്നൊരു സാധനമാണ്. ആ ടീം വർക്കാണ് നിങ്ങളുടെ ഏറ്റവും വലിയ വിജയം. ഞാൻ ഇപ്പോഴും പറയാം, നിങ്ങൾ ഫുൾ സ്ക്രിപ്റ്റ് വേണ്ട, നിങ്ങൾക്കൊരു എലമെന്റ് കിട്ടിയാൽ മതി, നിങ്ങളത് പൊലിപ്പിച്ച് കളിക്കുന്ന 3 ആർട്ടിസ്റ്റുകൾ, കിട്ടില്ല ആർട്ടിസ്റ്റുകൾ. കാര്യം ഞാൻ ചിരിച്ചു പോയത് ശ്യാം പിടിച്ചില്ല, രാജേഷിന് ലാസ്റ്റ് പിടിച്ചിട്ട് ഞാൻ വെച്ച് നീ അവിടെ എന്താ നടക്കാൻ പോകുന്നത്, ലാസ്റ്റ് പിന്നെ കാലെ പിടിച്ചു നിരപരാധിയാണ്. അതിൻ്റെയൊക്കെ ഒരു ചേഞ്ച് ഓവർ ഭയങ്കരമാണ്. ആ ചേഞ്ച് ഓവർ എന്ന് പറയുന്നത് നല്ല ആർട്ടിസ്റ്റുകൾക്കേ പറ്റുള്ളൂ. തീർച്ചയായിട്ടും 3 പേരും കിട്ടില്ല ആർട്ടിസ്റ്റുകളാണ്. അടിപൊളി, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു ചേട്ടാ. ശ്യാമേ, ബിജു, രാജേഷേ, ഒന്നും പറയാനില്ല കേട്ടോ. കാരണം എന്താണ് പറയേണ്ടത്, എനിക്ക് തോന്നുന്നത് ഈ ആത്മാർത്ഥത ഉള്ള കലാകാരന്മാർ നമുക്കിവിടെ കുറച്ച് ടീമുകളുണ്ട്. അങ്ങനെ ഇത് കാണുന്ന വ്യൂവേഴ്സിന് എന്താണ് വേണ്ടത്, കോമഡിയാണ് വേണ്ടതെന്നറിയാം. ഇതെല്ലാം നമുക്കിവിടെ നിന്ന് ചിരിക്കാം. അത് എല്ലാം ആത്മാർത്ഥത കൂടെ ചെയ്യുന്ന കുറേ ടീമുകൾ നമുക്കുണ്ട്. അതിനകത്ത് പെട്ടൊരു ടീമാണ് നിങ്ങളുടെ ടീം കേട്ടോ. ശ്യാമിൻ്റെ കാര്യത്തിൽ അത് പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യം കേട്ടോ. അങ്ങനെ വരുമ്പോഴാണ് നമ്മുടെ കരിയർ വലുതാവുള്ളൂ.
മനസ്സിലായില്ലേ? അങ്ങനെ നമുക്ക് വേണ്ട കാര്യങ്ങൾ അവിടെ നിന്ന് കിട്ടുമ്പോഴാണ് നമ്മൾ സ്വയം അറിയാതെ നമ്മൾ വലുതാവുന്നത്. എനിക്ക് തോന്നുന്നത് ഈ ഫ്ലോറിൻ്റെ ഈ ഐറ്റം വേറെയാണ് എന്നുള്ള പരിപാടി തീരണേക്ക് മുമ്പ് സിനിമയിൽ ഒരു അസാധ്യ കലാകാരനായിട്ട് മാറാനുള്ള സാധ്യത എല്ലാം ഞാൻ കാണുന്നുണ്ട്. കാരണം നമുക്ക് സന്തോഷം കൊണ്ട് പറയുന്നതാണത്. നിങ്ങൾ 3 പേരും വലുതാവും. കാരണം അത് നമുക്ക് അഭിമാനമാണത്. എനിക്ക് തോന്നുന്ന ഒരു ഇമ്പാക്റ്റാണ് പറയണത്. അത് ഈ ഒരു നില അങ്ങോട്ട് നിങ്ങളത് സസ്റ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം. അത് എനിക്ക് തോന്നുന്നത് പറയേണ്ട കാര്യമില്ല. അത് നിങ്ങൾ കൊണ്ടുപോകുന്ന എനിക്ക് 100% ഉറപ്പാണ്. അപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക നിങ്ങൾ വലിയ ആൾക്കാരാവണം. ഇവിടുന്ന് വലിയ സ്ക്രീനിലേക്ക് പോയിട്ട് ഇതുപോലെ തന്നെ കൈകാര്യം ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി സിനിമയിൽ അടിപൊളി വേഷം കിട്ടുന്നുള്ള ഉറപ്പാണ്. 100% എഴുതി വെച്ചോ. കാരണം നമുക്ക് ആ സ്കിറ്റ് കാണുമ്പോൾ പല സാധനങ്ങളിലും എനിക്ക് കാണാൻ പറ്റിയില്ലായിരുന്നു. കാരണം എനിക്ക് കണ്ണീന്ന് ചിരിച്ചിട്ട് ഞാനിങ്ങനെ കണ്ണ് പൊത്തിയൊക്കെ ഇരിക്കുമ്പോൾ വിത്തിൻ സെക്കൻഡിലാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. അത് ഡയലോഗ് ഇല്ലാതെ ഒരു കഥാപാത്രത്തെ നമ്മൾ ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ അയാൾ എന്ത് ചെയ്താലും പിന്നെ പോസിറ്റീവാണെന്ന് പറയാം. പക്ഷെ അങ്ങനെയല്ല. നമ്മൾ അങ്ങനെ ഉൾക്കൊള്ളാൻ നിങ്ങൾ നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കി തരണം. അപ്പം നമ്മൾ ഉൾക്കൊള്ളും. അത് നിങ്ങളിൽ നിന്നും എപ്പോഴും ഉണ്ടാവാറുണ്ട്. അതാണ് ഞാൻ ഈ ഹൈപ്പിന് നിങ്ങൾ വലിയ സ്ക്രീനിൽ എത്തണമെന്ന് ആഗ്രഹിക്കുന്നതും അത് തന്നെയാണ്. ജനങ്ങളെല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. ഈ ഹൈപ്പ് ഒരിക്കലും കളയരുത് കേട്ടോ. ഈ സ്കിറ്റിനെ കുറിച്ച് എനിക്ക് വേറെ ഒന്നും പറയാനില്ല. എനിക്ക് ഇഷ്ടപ്പെട്ടൊരു സംഭവം എന്ന് വെച്ചാൽ ഈ 5 ലക്ഷം രൂപ പുള്ളിക്കാരന് ചെയ്യണ തെറ്റാണെന്നറിയാം. ഈ 5 ലക്ഷം രൂപ കിട്ടിയിട്ട് 3 ലക്ഷം രൂപക്ക് മാറ്റണം. അതാണ് ഈ ക്യാരക്ടറുടെ ഏറ്റവും വലിയ പ്രത്യേകത. എനിക്ക് തോന്നുന്നു വൈഫും ചെറിയൊരു നോട്ടക്കാരിയൊക്കെയാണ് അല്ലേ? അതിൻ്റെ ഒരു വെപ്രാളം പുള്ളിക്കുണ്ട്. ചെറിയ സമയത്ത് പുള്ളി നമ്മുടെ കണ്ണൊന്ന് വെട്ടിക്കഴിഞ്ഞാൽ പെണ്ണുമ്പുള്ളൊന്ന് നോക്കും. വേറെ ഒന്നും പറയാനില്ല കേട്ടോ. ഉഗ്രനായിരുന്നു. അടിപൊളി. ഓൾ ദ വെരി ബെസ്റ്റ് കേട്ടാ. ഈ കാര്യം സംഭവിക്കോട്ടാ. ഉറപ്പാണത്. അത് സസ്റ്റെയിൻ ചെയ്ത് പോയിക്കോ നിങ്ങൾ കേട്ടാ. എഴുതി വെച്ചോ. അപ്പം കുമാറിനും പാൽപായസത്തിനും എല്ലാം കൂടെ ചേർത്തതാ. ഞാനപ്പോ ഒരു 18,000 രൂപ. 18,000 രൂപ. ഞാനൊരു 2,000 രൂപ കൂട്ടി കൊടുക്കും. 20,000 രൂപ. 38,000 രൂപ ആയിട്ടുണ്ട്. അപ്പൊ തന്നെ ബാക്കി ഞാനും കൊടുക്കും. ടോട്ടൽ എമൗണ്ട് 20,000 രൂപ. അടിപൊളി. ഹാപ്പി. ഉഷാറായിട്ട് പോട്ടെ. അപ്പൊ ആളെ കിട്ടിയല്ലോ അല്ലേ? 5 ലക്ഷം കിട്ടിയല്ലോ അല്ലേ? അപ്പൊ ഉഷാറായിട്ട് ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം വേറെ. അടുത്ത ടീമും അടുത്ത സ്കിറ്റും റെഡിയാണ്. ഇറക്കട്ടെ. റെഡിയാണെങ്കിൽ വിളിക്കുക. ബിജു വർഗീസേട്ടനുണ്ട്, സൂര്യശ്രീ ഉണ്ട്, ശ്രീജു ഉണ്ട്. എന്നാ പിന്നെ ഒരു കൈഡി ആവാം. ദൈവമേ സമാധാനമായി. ദൈവമേ ഒരു 1,001 മെഴുകുതിരി എത്തിച്ചേക്കാമേ. സമാധാനമായി. എന്റെ കളഞ്ഞു പോയ ലിപ്സ്റ്റിക് കിട്ടി ചേട്ടാ. എവിടെ? എന്റെ കളഞ്ഞു പോയ എന്റെ സാധനം കിട്ടിയാന്ന് ഞാൻ നിങ്ങളുടെ കയ്യിലല്ലോ ഏൽപ്പിച്ചത്. നിന്റെ ഉത്തരവാദിത്ത കുറവാണ്. മനസ്സിലായ? നിന്റെ ഉത്തരവാദിത്ത കുറവ്. എത്ര രൂപയുടെ സാധനം ഒന്നറിയാ കൊണ്ട് കളഞ്ഞിട്ട് വന്ന് മണ്ടി കണക്ക്. എനിക്കറിയാൻ പാടില്ല. ഞാൻ നിങ്ങളുടെ കയ്യിലോട്ടാണ്. അത് സൂക്ഷിക്കേണ്ട. എവിടെ ചെന്ന് തപ്പും ഞാൻ? എനിക്ക് ഇപ്പൊ എന്തിനീ കടന്നു വിളിക്കുന്നത്? എടാ എന്താ? ഹലോ അളിയാ. റിസോർട്ടിലെത്തിയാ? അളിയാ റിസോർട്ടിലെത്തി. കാര്യങ്ങളൊക്കെ ഓക്കെ. എടാ എന്റെ ഒരു സാധനം കളഞ്ഞു ഞാൻ തപ്പിക്കൊണ്ടിരിക്കണം. അളിയാ അളിയാ എനിക്ക് കല്യാണത്തിന് വരാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് എന്റെ റിസോർട്ടിൽ 2 ദിവസം നിങ്ങളെ അടിച്ചു പൊളിക്കാനായിട്ട് ഞാൻ അങ്ങോട്ട് വിട്ടേക്കുന്നത്. ഓ അതൊക്കെ സമ്മതിച്ചളിയാ. താങ്ക് യു വെരി മച്ച്. പിന്നെ വേറൊരു കാര്യം, നിങ്ങൾ എന്റർടൈൻ ചെയ്യിക്കാൻ ഒരാൾ ഇന്ന് അങ്ങോട്ട് വരുന്നുണ്ട്. അവളുള്ളപ്പോഴാ നിനക്കിതേ ഉള്ളു. അതല്ലെന്ന് പിന്നെ ഒരു മെന്റലിസ്റ്റ് നിങ്ങളെ എന്റർടൈൻ ചെയ്യിക്കാൻ അങ്ങോട്ട് വരുന്നുണ്ടെന്ന്. അങ്ങനെ എടാ അതൊക്കെ വന്നോട്ട് കുഴപ്പമില്ല. ഞങ്ങൾ പരിചയപ്പെട്ട് മെന്റലിസ്റ്റ് ഒക്കെ കഴിഞ്ഞ് വിട്ടോളാം. എടാ ഞാൻ ആകെ ടെൻഷനിലാണ്. എന്റെ ഒരു സാധനം കാണാതെ പോയളിയാ. തപ്പിക്കൊണ്ടിരിക്കണളിയാ. എന്തോ ടെൻഷൻ? എന്തോ അളിയാ കാര്യം പറയളിയാ. എന്റെ മൊബൈൽ കാണാനില്ലളിയാ. ഞാൻ തപ്പിക്കൊണ്ടിരിക്കുക. മണ്ടനാണളിയാ. എന്ത്? നിന്റെ ഭാര്യ അടുത്തുണ്ടോ? അവളുണ്ട്. അവളെ ഫോണിൽ നിന്ന് ഒരു മിസ് കോൾ അടിച്ച സാധനം കിട്ടൂലേ? താങ്ക് യു. ദൈവമേ അവ ഇങ്ങോട്ട് വിളിച്ചില്ലായിരുന്നു. ആകെ പൊളിഞ്ഞാനെ. നിന്റെ ഫോൺ എടുത്ത് ഒരു മിസ് കോൾ അടിയടി എന്റെ ഫോണിലോട്ട്. വാങ്ങി നോക്കിക്കൊണ്ടിരിക്കാതെ അടി. നിങ്ങളുടെ ഫോണ് അറിഞ്ഞ് കീറുകളെ കേട്ടാ. അവിടെ കൊണ്ടിട്ടാണ് എന്നെ മണ്ട കയറിയത്. മനുഷ്യനെ ടെൻഷൻ അടിപ്പിച്ച് കൊന്നളഞ്ഞ്. കല്യാണം കഴിഞ്ഞിട്ട് ഒരാഴ്ചയായുള്ള അതിനിടയ്ക്ക് നിങ്ങൾ എന്നോടൊന്ന് പിണങ്ങ് വാങ്ങും. എന്തോന്ന് പിണങ്ങളെ? എന്റെ അടുത്ത് പിണങ്ങി. കല്യാണം കഴിഞ്ഞ് 1 ആഴ്ചയാണോ 2 ആഴ്ചയാണോ നല്ല അല്ലല്ല വിഷയം. നീ ഒന്ന് അടങ്ങ് എന്റെ പൊന്നോ. എന്റെ ചക്കര, എന്റെ മുത്ത്. അൽഫാം കിട്ടിയനെ. താടി അൽഫാം കഴിച്ചിട്ടുണ്ടോ? താടി അൽഫാം മക്കളെ പൊന്നു ചക്കര. ഈ ചോദിക്കാമോ ചോദിച്ചൂടെ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ചോദിച്ചാൽ ചിലപ്പോ ക്ലീശ ആയി പോവും. ഞാൻ അന്ന് പെണ്ണ് കാണാൻ വന്നില്ലേ? അപ്പൊ ശരിക്കും നിനക്ക് എന്നെ ഇഷ്ടപ്പെട്ടിട്ടാണ് അടി കെട്ടിയത്?
ഇഷ്ടപ്പെട്ടോന്ന് ചോദിച്ചാ അല്ല കുഴപ്പമില്ല, മെഴുകുതിരിയാണല്ലോ, നമുക്ക് വീണ്ടും കത്തിച്ചൊക്കെ വെക്കാം, കുഴപ്പമൊന്നുമില്ല. ചോദ്യം ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്. ഞാനന്ന് നിന്നെ പെണ്ണ് കാണാൻ വേണ്ടി ജനലിന്റെ സൈഡിൽ കൂടെ വന്നില്ലേടി? അപ്പം ജനലിന്റെ അപ്പുറത്ത് നീ കഷ്ടന്റെ ഇടയിൽ കൂടെ ഇങ്ങനെ ഒരു പാളി എന്നെ നോക്കിയാ കണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇഷ്ടപ്പെട്ടിട്ട് തന്നെ എടി കെട്ടിയത്. ഇഷ്ടപ്പെട്ടോന്ന് ചോദിച്ചാ അണഞ്ഞു പോയി, കുഴപ്പമില്ല. മെഴുകുതിരി ആകുമ്പോ കത്തും അണയും, അത് കത്തിക്കാനുള്ള സാധനമാണല്ലോ നമ്മൾ കയ്യിൽ കൊണ്ട് കിടക്കുന്നത്. ചോദ്യം വീണ്ടും ആവർത്തിക്കുകയാണ്. ആരെങ്കിലും നിർബന്ധത്തോടെ എന്നെ നിന്റെ തലയെ കൊണ്ട് കെട്ടിവെച്ചതാണോ അതോ സ്വയം ഇഷ്ടപ്രകാരം ഇറങ്ങി വന്നതാണോ എന്റെ കൂടെ? ഇഷ്ടപ്പെട്ടോന്ന് ചോദിച്ചാ അറിഞ്ഞ് ചെവിക്കല്ലി കീറി കളയട്ടെ. വേളാങ്കണ്ണി പള്ളി പോലും ഇത്ര മെഴുകുതിരി ആരും കത്തിച്ചിട്ടില്ല, അറിയാം. നേരെ കൊണ്ടിരുന്ന് കത്തിക്കണ മെഴുകുതിരി ഞങ്ങളുടെ ഫാമിലി വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഞാനിടും മെസ്സേജ്. ഇതാണ് ആണുങ്ങളും പെണ്ണുങ്ങളും തമ്മിലുള്ള വ്യത്യാസം. എന്റെ പൊന്ന് പൈസളിയാ കേട്ടാ, മനസ്സിലായത്? ഒരു ഭാര്യമാരെ നമ്മൾ ഏതെങ്കിലും ഒരു ഭാര്യയെ നമ്മൾ ദേഹത്തൊന്ന് തൊട്ടാൽ ഉടനെ അച്ഛനെ വിളിച്ചു പറയും, അമ്മയെ വിളിച്ചു പറയും, കുഞ്ഞമ്മയെ വിളിച്ചു പറയും, കുഞ്ഞമ്മയുടെ മാപ്പിളയെ വിളിച്ചു പറയും, യൂട്യൂബിൽ അറിയിക്കും, മറ്റേ ഫേസ്ബുക്കിലിടും, പോലീസ് വികാസാവും തന്നെ. പക്ഷേ ഒരടി നമുക്കിട്ട് ഇങ്ങോട്ട് കിട്ടിയ പൈസളിയാ അറിയാലോ, വെളി പറയോളിയാ, നാണക്കേടല്ലേ? 4 ചുമരിനകത്തിരുന്ന് കരഞ്ഞു വിഷം അറിയാം. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. നാളെ മുതൽ നിങ്ങളുടെ എല്ലാ കാര്യവും നോക്കേണ്ടത് ഞാനാ. ഞാൻ ഇനി ഒരുത്തി കൂടെ വേറെ അഡീഷണൽ ആയിട്ട് കെട്ടിയെടുത്തോണ്ട് ഇങ്ങോട്ട് വരാം. ഞാൻ നീ എന്തോ കാര്യം നോക്കുമെന്നാണ് ഈ പറയണത്. നിങ്ങൾക്ക് കാപ്പി ഇട്ട് തരണം, ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി തരണം, ഉച്ചയ്ക്ക് ചോറ് തരണം, പശുവിനെ അടിച്ചിറക്കണം, ഉച്ച അടിച്ചിറക്കണം, നിങ്ങളുടെ അമ്മയെ അടിച്ചിറക്കണോ? അമ്മയുടെ കാര്യത്തിൽ വന്നതല്ല, ഇങ്ങോട്ട് വാ. നിന്റെ വായിന്ന് നിന്റെ ഉള്ളിൽ തെക്കിട്ടിയ സാധനം പുറത്തോട്ട് വന്നതാണ്. അറിയാതെ വന്നതാണ്. പിന്നെ ഇവിടെ നീ നമ്മള് ഒത്തിരി ദൂരെ വന്ന് നിൽക്കുകയാണല്ലോ. ഗുളിക മരുന്നും കാര്യങ്ങളൊക്കെ എടുത്താടുന്നത്. എനിക്ക് അസുഖമൊന്നുമില്ല, ഒരു അസുഖമില്ല. നെഞ്ചുവേദനയുടെ അറ്റാക്കിന്റെ ഗുളിക മരുന്ന് എടുത്തില്ലേ നീ? എനിക്ക് നെഞ്ചുവേദനയൊന്നുമില്ല, അനാവശ്യം പറഞ്ഞുണ്ടാക്കിയോണ്ടല്ലോ. എനിക്കൊരു വേദനയില്ല. എന്റെ കൂട്ടുകാരി സന്ധ്യ 32 ലക്ഷം രൂപയുടെ കാറ് വാങ്ങിച്ചു പോയി. പറഞ്ഞേ കാര്യങ്ങള് കാർ എടുക്കണ്, ബസ് എടുക്കണ്. നമ്മളൊരു കാർ പോലും എടുത്തില്ല, പക്ഷെ ഞാൻ ഒരു കാർ എടുക്കും. ചേട്ടാ കിടക്കുന്ന സാധനം എടുത്തേട്ടാ. കുനിഞ്ഞതൊന്ന് എടുക്കാൻ വയ്യ, അങ്ങാരാ കാർ എടുക്കാൻ പോകുന്നത്. കാറെടുത്ത് വണ്ടയിൽ വെക്കുമെന്നല്ല പറഞ്ഞത്, കാർ ഞാൻ വാങ്ങും. എന്റെ അപ്പൂപ്പന്റെ വീടും സ്വത്തും എല്ലാം കണ്ടിട്ടാണ് നിങ്ങളെ കെട്ടിയത്, എനിക്കറിയാം. നിന്റെ സൗന്ദര്യം കണ്ടിട്ടല്ല സുഹൃത്തെ നിന്നെ കെട്ടിയത്. മുടിഞ്ഞ ആസ്തിയാണ് അപ്പൂപ്പന്, അറിയാ. അത് കണ്ടിട്ട് എന്നെ അടി കെട്ടിയത്. പരസ്യമായിട്ട് പബ്ലിക്കായിട്ട് പറയും. ഈ ഇടയ്ക്ക് എങ്ങനെ ആസ്തി കാണിച്ചു തരാൻ പറ്റുമെന്ന്? 1 വർഷം കഴിഞ്ഞേ പറ്റത്തോളം അമ്മയൊക്കെ പറയുന്നത് കേട്ടോ. ഭയങ്കര വാശിയാണ്. 1 വർഷം കഴിഞ്ഞേ വീതിക്കുള്ളൂ. 1 വർഷം കഴിഞ്ഞേ വീതിക്കുള്ളൂ. ബാക്കിയുള്ള ഇങ്ങനെ നോക്കണ്ടിരിക്കാം. അമ്മ പറഞ്ഞായിരുന്നു 1 വർഷം കഴിയുമ്പോ വർക്കലെ കൊണ്ടുപോയി ഒഴുക്കാൻ ചെല്ലുമെന്ന്. എന്തോന്ന്? അപ്പൂപ്പന്റെ അസ്ഥി. അതല്ല വീട്ടുകാർ വീതിച്ച് ചേരും ചേട്ടാ. മക്കള് വീട്ടിൽ ചെന്ന് ഇരിക്കും കേട്ടാ. ഞാൻ ചേട്ടനോട് അന്നേരേ പറഞ്ഞു. നിന്റെ അപ്പൂപ്പ എങ്ങനെയാണ് തീർന്നത്? അപ്പൂപ്പന്റെ ജോലി തന്നെ അലമാരിക്കടയിലായിരുന്നു. ചെതലെന്നാണ് അപ്പൂപ്പന്റെ പേര്? സാധാരണ അലമാരിക്കടയിൽ ചെതലാണല്ലോ ഇരിക്കുന്നത്. അതല്ല, അലമാരിക്കട. അലമാരിക്കട. അതെ, ചേട്ടന്റെ ഒരു കൂട്ടുകാരനല്ലേ നമുക്ക് ഇതൊക്കെ സെറ്റ് ആക്കി തന്നെ? എന്റെ ഒരു കൂട്ടുകാരൻ. ചങ്ക് കൂട്ടുകാരനാണോ അത്? ചങ്കൊന്നുമല്ല. സംഭവം എന്ന് പറയുമ്പോ പണ്ട് എന്റെ കൂടെ പഠിച്ചതാണ്. ഒരു നിവൃത്തിയില്ലാത്ത ഫാമിലി തന്നെ. മൂക്കളെ ഒലിപ്പിച്ച് എന്നും വീട്ടിൽ വരും. അമ്മ പിന്നെ ചോറ കഞ്ഞിയൊക്കെ പുരടുത്ത് കൊടുക്കും. കള്ളന്മാരെ ഫാമിലിയാണ് അവര്. അവന്റെ അച്ഛനെന്ന് പറഞ്ഞാ കള്ളം മധു എന്ന് പറഞ്ഞാൽ അവിടെ എല്ലാവർക്കും അറിയാം. എത്ര ദിവസം തെങ്ങി കെട്ടിയിട്ട് അടിച്ചിട്ടുണ്ടെന്ന് അറിയാം. അവന് അലയാ. ഹലോ അളിയാ. എടാ അടിച്ചു കൊന്നാലും ചാവൂലടാ പിള്ളേ നിന്റെ. എന്റെ റിസോർട്ട് എങ്ങനെ ഉണ്ട് അളിയാ? നിന്റെ റിസോർട്ട് അവിടെ കേട്ട് നിന്റെ കാര്യങ്ങളൊക്കെ ഇവിടെ ഞാൻ എന്റെ വൈഫിന്റെ അടുത്തെല്ലാം പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുക. അത് കേട്ടോണ്ടാണ് ഞാൻ പറഞ്ഞത്. ആ സൈഡിൽ ഇരിക്കുന്ന ക്യാമറ ഉണ്ടാ? ഏതളിയാ? ആ സൈഡിൽ ക്യാമറ ഉണ്ടാ? അതിൽ ഓഡിയോ ഉണ്ട്. ഇവിടെ ഇരുന്ന എനിക്ക് കേൾക്കാം നീ എന്നെ പറ്റി പറയണത്. നിന്നെ പറ്റി പറയാനുള്ള ഞാൻ പറഞ്ഞു കൊടുക്കട്ടെ അവളടുത്ത്. ഓഡിയോ നല്ലത് പറ ചേട്ടാ. കള്ളം മധുവിന്റെ മോന്റെ കാര്യം പറ. കള്ളമധുവിന്റെ ഏത് കള്ളമധു? ചേട്ടന്റെ കൂട്ടുകാരൻ. എടി അതൊക്കെ നാട്ടുകാർ വെറുതെ ഇട്ട് വിളിക്കണേടി ഓരോ പേര്. ഇതൊക്കെ വെറുതെ പറയണത്. ഡീസന്റ് ഫാമിലിയാണ്, അറിയാ അളയാ. അല്ലെങ്കിൽ അവന് തലയൊക്കെ വണ്ടി പറഞ്ഞ നമ്മൾ എവിടെ കിടന്ന് നമ്മൾ അവന്റെ റിസോർട്ടിൽ കൊണ്ടിട്ട് ചെലവിന് തന്നെ വല്ല കാര്യം. പിന്നെ ആ ചെറുക്ക ഒരുത്തനെ മെന്റലിസം ചെയ്യാൻ വേണ്ടി ഇങ്ങോട്ട് പറഞ്ഞു വിടും. നിന്റെ കൂറ സ്വഭാവം അവിടെ എടുക്കരുത്. നമ്മൾ അടിയും പഴക്കൊക്കെ ഈസന്റ് ആയിട്ട് താത്തറി ഈസന്റ് ആയിട്ട് മനസ്സിലായ തറവാട്ടി പണെന്ന പോലെ.
സ്ലോലി നിങ്ങൾ മനസ്സിൽ കൗണ്ട് ചെയ്തിട്ട് നിങ്ങൾ കിടന്ന് ഉറങ്ങിക്കോ. നിങ്ങൾ സ്ലോലി ഉറങ്ങിയാൽ മതി. ഓക്കെ കൗണ്ട് ചെയ്യൂ. കൗണ്ട് ചെയ്ത് ഉറങ്ങി. സുരേഷ് പറഞ്ഞു ആള് കണ്ട ഓൺലൈനില് എടി ചില്ലറക്കാരനല്ല, മൊബൈൽ വഴി ഹിപ്നോട്ടൈസ് ചെയ്യണ കണ്ട. ഞാൻ അവനെ ഒന്ന് ഞെട്ടിക്കട്ടാ. എന്റെ കൊച്ചിനെ ഉറക്കിക്കൊണ്ടിരിക്കണല്ലോ. അതിന്റെ നിന്റെ പേടിപ്പിച്ചത് മക്കളെ. എന്റെ കൊച്ചിനെ ഉറക്കടി വാവോ. തോസിലി തോസിലി സുരശ്രീ അതിന്റെ ഒരു പ്രൊമോഷൻ. കൂടെ മക്കളെ അച്ഛൻ വിളിക്കാം കേട്ടോ. അച്ഛൻ വിളിക്കാം. വീട്ടില് വേറെ ആരുമില്ല കൊച്ചിനെ ഉറക്കാൻ? വീട്ടില് വേറെ ആരുമില്ലേ? ഇല്ല, ഭാര്യയില്ല. ഭാര്യയോടെ പോയി? ഭാര്യ പിണങ്ങിപ്പോയി. പിണങ്ങിപ്പോയാ? അതെ. എങ്ങനെ? ഞാനൊരു മെന്റലിസ്റ്റ് ആണല്ലോ. എന്നെ സംബന്ധിച്ച് അതീവ രഹസ്യങ്ങൾ നമ്മൾ സൂക്ഷിക്കണം. പക്ഷെ ഇത് അവള് കണ്ടുപിടിച്ചു. പുള്ളി മെന്റലിസ്റ്റ് ആണല്ലേ? ഇല്ലില്ല, ഫോണിന്റെ ലോക്ക് അറിയാം. എടുത്തു വെച്ച് നോക്കി, ചാറ്റെല്ലാം പൊക്കി. അമ്മ എല്ലാം വിളിച്ചു. അത് വിഷയമല്ല ഇവിടെ. നമസ്കാരം. നമസ്കാരം. പരിചയപ്പെട്ട എന്താ പേര്? ഉദയൻ പാലമുട്ടിൽ. ശരിക്കും ചേട്ടാ ചിരിക്ക് ചേട്ടാന്ന് പറഞ്ഞു. ശരിക്കും ചേട്ടാ നല്ല പറഞ്ഞേ. ശരിക്കും ചേട്ടാ. ഞങ്ങള് ശരിക്കും പറഞ്ഞാലേ ബാംഗ്ലൂരിലേക്ക് പോകാനായിരുന്നു. പുള്ളിക്ക് ഒരു ഫ്ലാറ്റ് ഉണ്ട് അവിടെ. അവിടെ പോകാനായിരുന്നു. അതെ 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 അതെ. പിന്നെ ആക്ച്വലി അങ്ങോട്ട് പോവാത്തത് കാർ പാർക്കിംഗ് പ്രശ്നമാണ്. അവിടെ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്ഥലമില്ല. ബാംഗ്ലൂർ ഒരു സിറ്റി ആവുമ്പോൾ പാർക്കിംഗ് ഉള്ള വേറെ ഫ്ലാറ്റ് എടുക്കാമല്ലോ. അവിടെ വിഷയമുണ്ട്. എന്താ? കാറില്ലല്ലോ. പിന്നെ എന്തിനാണ് നീയൊക്കെ എന്റെ അടുത്ത് വന്ന് പറഞ്ഞത്? വെറുതെ പറഞ്ഞു. അറിഞ്ഞൂടാത്തോണ്ട് ചോദിക്കണം. എന്റെ ഒരു ഐഡിയ വെച്ച് ഞാൻ ചോദിക്കാണ്. ജാതകം തമ്മിൽ നോക്കാതെയാണ് നിങ്ങൾ കെട്ടിയത്. ഇങ്ങനെ മനസ്സിലായേ? അല്ലെങ്കിൽ ഇത്ര ചേർച്ചയിൽ രണ്ടും കിട്ടൂല. ചേട്ടാ അത് ഞാൻ ചോദിക്കട്ടെ, ചേട്ടൻ എങ്ങനെ ഈ മെന്റലിസ്റ്റത്തിലേക്ക് വന്നത് എങ്ങനെയാ? ഞാൻ അത് സത്യം പറഞ്ഞാൽ നമുക്ക് കുഞ്ഞിലെ ഓരോ ആഗ്രഹങ്ങളാണ് ഓരോരുത്തർക്ക്. ചിലർക്ക് ടീച്ചർ ആവണം, ചിലർക്ക് പൈലറ്റ് ആവണം, എനിക്ക് ഡോക്ടർ ആവണമെന്നായിരുന്നു. നടക്കൂല, വെറുതെ ആഗ്രഹിക്കാന്നേ ഉള്ളൂ. അപ്പൊ നമ്മളിങ്ങനെ ഓരോ ആഗ്രഹങ്ങൾ വെച്ചിട്ടാണ് ജീവിക്കുന്നത്. അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു മറ്റുള്ളവന്റെ മനസ്സിലെ കാര്യങ്ങൾ പഠിച്ചെടുക്കുക, അത് പറയുക. മറ്റുള്ളവന്റെ മനസ്സിലെ കാര്യങ്ങൾ വായിച്ചെടുക്കുക, അത് പറയുക. അത് നമ്മുടെ നാട്ടിലൊക്കെ പറയണ എന്തെന്നറിയാം? കട്ട നുണയനെന്ന്. അത് ഞാൻ നോക്കിയിട്ട് മെന്റലിസം മാത്രമേ സ്കോപ്പ് ഉള്ളൂ. ഞാൻ അങ്ങനെ പഠിച്ചു. നിങ്ങൾ എന്നെ മെന്റലിസ്റ്റ് എന്നല്ലേ വിളിച്ചത്? അതെ, ഞങ്ങൾ മെന്റലിസ്റ്റ് എന്നാണ് വിളിച്ചത്. നാട്ടിൽ തന്നെ അങ്ങനെയല്ല. എങ്ങനെ? മുതുക്ക് നുണയം പറഞ്ഞു അവന്റെ അടുത്തൊന്നും പറയില്ല. അപ്പൊ ഇവിടെ ഒന്ന് മെന്റലിസം ഒന്ന് ചെയ്ത് കഴിഞ്ഞാലോ? ചേട്ടാ ഞാൻ ചോദിക്കട്ടെ, അത് ഈ മെന്റലിസം കൊണ്ടൊക്കെ നമുക്ക് ജീവിക്കാൻ പറ്റും? വരുമാനം ഉണ്ടോ ഇതിനൊക്കെ? ടഫ് കോമ്പറ്റീഷൻ ആണ്. അപ്പോഴൊക്കെ കിട്ടിയാ കിട്ടി. പിന്നെ എന്ന് പറഞ്ഞാൽ ഇത് വെച്ച് കേസൊക്കെ തെളിയിച്ചാൽ 10 പൈസ കിട്ടും. തൃശ്ശൂർ കൊലപാതകം കേട്ടിട്ടുണ്ട്. ഈ നമ്മുടെ ഊട്ടി കൊലപാതകം ഇവിടെ ആർക്ക് കൊച്ചുള്ളവർക്ക് വരെ അറിയാം. രണ്ടും കേട്ടിട്ടുണ്ട്. അപ്പൊ കേൾക്കാത്തൊരു സാധനം അടിക്കണം. അപ്പൊ അതായത് ഞാൻ പണ്ട് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് കോടതിയിൽ പ്രമാദമായ ഒരു കേസ്. തെളിവില്ലാതെ ജഡ്ജി താടിക്ക് കൈ കൊടുത്തിരിക്കുക. താടിക്ക് കൈ കൊടുത്തിരിക്കുക. വക്കീല് തല ഉത്തരയിക്കുന്നു. ഒന്നുമില്ല, ഉത്തരവില്ല. അതിന് IG എന്നെ വിളിച്ചിട്ട് പറഞ്ഞു നമുക്കൊന്ന് പരിഹരിക്കണം. അങ്ങനെ വിളിക്കാൻ പറഞ്ഞു. എന്നെ വിളിച്ച് ഞാൻ കോടതി വന്ന് ആത്മാവിനെ വിളിച്ചു വരുത്തി. ആത്മാവിനെ വിളിച്ചു വരുത്തി. സത്യം. പക്ഷെ കേസ് തോറ്റുപോയി. ആത്മാവ് ഒന്ന് കള്ളസാക്ഷി പറഞ്ഞു. ജഡ്ജിക്ക് കാര്യം മനസ്സിലായി. ജഡ്ജി അപ്പോഴേ പറഞ്ഞു ഈ ആത്മാവിനെ തൂക്കിക്കൊന്നൊക്കെ. ഒരു ലോജിക്കും ഇല്ല അളിയാ. നോ ലോജിക്, ഓൺലി മാഡ്നസ്. കണ്ടല്ലേ? അതാണ്. അതെ, എനിക്ക് ഈ മെന്റലിസം ഒക്കെ ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടം. എന്നെ ഒന്ന് ചെയ്യോ? എന്റർടൈൻ ചെയ്യിക്കാം. അതിനാണല്ലോ ഞാൻ വന്നത്. ഇപ്പൊ ചെയ്യണം. അല്ല, എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. എന്താ? എനിക്ക് വിശ്വാസമില്ല, ഒന്നാമത്തെ കേസ്. പിന്നെ അവന് തലയ്ക്ക് അളിയനെ അപ്പം ഒരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കാതിരിക്കാൻ പറ്റും. ഉയരാണ് എന്റെ ഉയരാവൻ. ഇതൊക്കെ ഒരു ചെറിയ ട്രിക്കാണ്. ഇതൊക്കെ പഠിക്കണം, മെന്റലിസം പഠിക്കണം. റെഡി. ഓക്കെ, എന്താ പേരെന്താണ്? സുജാത. സുജാത, ഇഷ്ടമുള്ള ഒരാളെ മനസ്സിൽ വിചാരിക്കുക. ഓക്കെ, കണ്ണടച്ചിട്ട് വിചാരിച്ചോളൂ. വിചാരിച്ചിട്ട് 10 വരെ കൗണ്ട് ചെയ്യുക. 1 2 3 4 5 6 7 8 ഇങ്ങനെ കൗണ്ട് ചെയ്യുക. റെഡി? കൗണ്ട് ചെയ്തു. ഞാൻ സുജാതെ, ഞാൻ 1 2 തൊടാതെ ചെയ്യാൻ പറ്റില്ലേ? തൊടാതെ നമ്മൾ ഇങ്ങനെ ആക്കൂലേ? ഞാൻ നരേന്ദ്രപ്രസാദ് അല്ല അല്ലേ? ഇങ്ങനെ നിന്നിട്ട് ഞാൻ 1 2 3 എന്ന് പറഞ്ഞ് ഇങ്ങനെ ആക്കുമ്പോ സുജാതയുടെ മുന്നിൽ ഇഷ്ടമുള്ള ആള് വരും. റെഡി? 1 2 3 സുജാത റെഡി? ഈ വഴിപോക്കർക്ക് ഈ ചുറ്റമ്പലത്തിൽ എന്താ കാര്യം? ലാലേട്ടൻ 6-ാം തമ്പുരാൻ ഞങ്ങളൊരു കോമ്പിനേഷൻ നോക്കുമായിരുന്നു. അവള് മഞ്ജു വാര്യർ, നീ ലാലേട്ടനോ? മെന്റലിസത്തിന്റെ പവർ ഇങ്ങനെ ആക്കിയപ്പോ. ഒരു മിനിറ്റ്, അതെ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു കാണണമെന്ന്. എനിക്കൊരു ആഗ്രഹം, മീശി ഒന്ന് പിരിക്കൂ. പിരിക്കാനാണ്, പറിച്ചെടുക്കാനല്ല പറഞ്ഞത്. എനിക്ക് വേറൊരു ആഗ്രഹമുണ്ട്. ആ സ്ഫടികത്തിലെ പോലെ ആ മുണ്ടൊന്ന് പറിച്ചടിക്കോ?
കൊച്ചൊരാഗ്രഹം പറഞ്ഞാ പിന്നെ എങ്ങനെയാണ് സാധിച്ചു കൊടുക്കാൻ? ഭയങ്കര ആഗ്രഹങ്ങൾ ആവശ്യമില്ല. അല്ല, ഞാൻ കണ്ടു, ഞാൻ- റിലാക്സ് വേണ്ട കേട്ടോ, മതി മതി. ഓക്കെ, കഴിഞ്ഞു ഓക്കെ. അയ്യേ, അയ്യേ, അയ്യോ, ഈ നാട്ടുകാര് മൊത്തം കാണുമല്ലോ. അയ്യോ, ഇതെന്താ മനുഷ്യ ഇത്? മുണ്ടൂറാ ആട് തോമ അതുകൊണ്ടാ പറഞ്ഞ മുണ്ടെടുക്കാൻ. ചേട്ടാ, ഞാൻ കണ്ട് ലാലേട്ടനെ. ലാലേട്ടൻ ഞാൻ കണ്ടു ചേട്ടാ, ലാലേട്ടനെ ഞാൻ കണ്ടു. അതിനിപ്പോ എന്താ? അയ്യോ, സുജാത, ഇത് ഉടായ്പ യവന്മാരെ നമ്പർ 1 ഉടായ്പാണ്. എടി, ഈ കേരളത്തിലിരുന്ന് ഏതെങ്കിലും ഒരു പെണ്ണിന്റെ അടുത്തോ കൊച്ചിന്റെ അടുത്താ ആരെയാണ് ഇഷ്ടമെന്ന് ചോദിച്ചത്, ഒന്നീ മമ്മൂട്ടിയുടെ അല്ലെങ്കിൽ മോഹൻലാലിന്റെ പേര് പറയും. ഇതൊക്കെ ഉടായി പറഞ്ഞു വെച്ചോണ്ട് പഠിക്കണം സുഹൃത്തെ, പഠിച്ചാലേ നടക്കണം. പഠിക്കണം ഇതൊക്കെ. അങ്ങനെയാണ് ഞാൻ ഒരു കാര്യം ചോദിച്ചേട്ടാ, എന്റെ മനസ്സിൽ ഇന്ന് വരെ പെറ്റതള്ളയെടുത്ത് പോലും പറയാത്ത ഒരു രഹസ്യം ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അതൊന്ന് നീ കണ്ടുപിടിച്ചേ. ഞാൻ ചുമ്മാ ആദ്യ രാത്രി അല്ല എന്നോട് തുറന്നു പറഞ്ഞു, പക്ഷെ എനിക്കറിയാം കണ്ടുപിടിച്ചു. ഇത് കളിച്ച കളിയല്ല, ഇത് മെന്റലിസം വെച്ച് കളിക്കരുത്. നീ പറയടേ, ഞാൻ ഒരാളെ മറ്റേ മനസ്സിലാലോചിച്ചിട്ടിരിക്കല്ലോ. എന്താ പേരെന്താണ്? എന്താ പേരെന്താ? അറിഞ്ഞൂടാ, 4 പ്രാവശ്യം പറഞ്ഞു വന്നു. രമേശ്, നിങ്ങൾ എന്റെ കണ്ണിലേക്ക് സൂക്ഷിച്ചു നോക്കൂ. റെഡി, എന്റെ കണ്ണിലേക്ക് നോക്കൂ. ആ ഇഷ്ടമുള്ള കാര്യം മനസ്സിൽ വിചാരിക്കുക. ഓക്കെ, റെഡി. ഞാൻ 1 2 3 എന്ന് പറഞ്ഞ് കൗണ്ട് ചെയ്തിട്ട് ഞാൻ ഇങ്ങനെ ആക്കുമ്പോൾ ഓക്കെ അത് വരും. ഓക്കെ, റെഡി. 1 2 3 1 2 3 1. അയ്യേ, ചീറ്റിപ്പോയി. അയ്യേ, ഒന്നും ആയില്ല. അയ്യേ, അയ്യോ, നടന്നില്ല കേട്ടോ, മോശമായി പോയി. അത് ആദ്യമായിട്ടാണ് അങ്ങനെ പൊളിയുന്നല്ല. നടന്നില്ല ചേട്ടാ, മോശമായി പോയി. എന്തല്ലേ മോശം. പൊന്നെ നടന്നില്ല മക്കളെ, ചക്കര എന്തിനാണ് ഈ പുല്ല എന്നെ തേച്ചിട്ട് പോയത്? സന്ധ്യയല്ല, രാവിലെ. നീ പോടാ, സീരിയസ് ആയിട്ട് കാര്യം സംസാരിച്ചോണ്ടി. നീ പോ. നീ എന്തിനാണ് തേച്ചിട്ട് പോയത്? എടി, നീ തേച്ചോണ്ടല്ലടി ആ സുജാത കെട്ടേണ്ടി വന്നത് എനിക്ക്. അളിയ ഇതിൽ ഇടപെടരുത്. ഞാൻ സന്ധ്യ കെട്ടണതിൽ ഏറ്റവും കൂടുതൽ പ്രശ്നം നിനക്കായിരുന്നു. നിനക്ക് എന്താ കിർമീടി മാറിയാടാ? ഞങ്ങൾ തമ്മിൽ ധാരണയായി, ഞങ്ങൾ കെട്ടും. ബാക്കി എവിടെ വിളിച്ചോണ്ട് പോണത്? എടി, നിനക്ക് ഇനി സമയമുണ്ടടി സന്ധ്യ. എടി, കല്യാണത്തിന്റെ തലേദിവസം വെളുപ്പിന് 4 മണി വരെ ദാണ്ട കൊതുകടിച്ച പാട് കണ്ട അവിടെ വന്ന് നിന്നെ എത്ര കോള് വിളിച്ചടി? എത്ര കോള് വിളിച്ച്? സ്വിച്ച് ഓഫ്. നീ ചതിച്ചിട്ട് അങ്ങ് പോയല്ലേ. ഇനിയും പ്ലാനുണ്ട് നമുക്ക്. ഇനിയും പ്ലാനുണ്ട്. ആ പ്ലാന് എനിക്ക് നിന്നെ കെട്ടണം. അപ്പൊ ആദ്യത്തെ ഭാര്യ എന്തോ ചെയ്യും? അവളെ അടിച്ചു കൊന്ന് സെറ്റപ്പ് ആക്കുന്നു. 4 ടൈലങ്ങ് ഇളക്കും. അവളെ അടിയിലോട്ട് കിടത്ത് 4 ടൈലങ്ങ് മൂടും. ഇതുപോലെ കോൾഗേറ്റിന്റെ പേസ്റ്റ് വെച്ച് അടയ്ക്കും. പെറ്റ തള്ള അറിയൂല. ദൃശ്യം മോഡൽ കൊലപാതകം. പഴയ രമേശ് ഒന്ന് ആക്കിയടാ. അതെനിക്കറിയാം, കൊല്ലുമെന്ന് എനിക്കറിയാം. കൊലപാതകം ഉറപ്പാ. സന്ധ്യ പറഞ്ഞ ലാസ്റ്റ് വിളിയാണ്. വിളിക്കൂല. നീ പോടാ. എന്ത് നോക്ക്, മൂത്ത് നോക്ക്. റെഡി. ഇത്ര നേരം പിന്നെ നോക്ക്. 1 2 3. ഏതോളാ സന്ധ്യ? ആരാ സന്ധ്യ? ഇപ്പൊ എനിക്കറിയണ ഏതോളാ സന്ധ്യ? ആദ്യരാത്രി പോലും പറയാത്ത രഹസ്യമായി പറഞ്ഞു. ഇപ്പൊ എങ്ങനെയാടാ പിടിച്ചിരിക്കണേ? ആരാ സന്ധ്യ? സന്ധ്യ ആരാന്നെന്ന്? ശകുന്തളെ. മാനിന് പുല്ല് വെട്ടിയിട്ട് കൊടുക്കാൻ പറഞ്ഞിട്ട് കൊടുത്തില്ലേടി ഇതുവരെ? എടാ, മറ്റേ കവച കൊണ്ടല്ലോ വെച്ച് ആഴ്ച കയറ്റി തരും ഞാൻ. അല്ലേ അല്ലേ തന്നെ? എന്താ സംഭവം? എന്താണ് നിങ്ങള് മാനിനെ കൊണ്ട് കുളിപ്പിക്കും? നിങ്ങൾ രമേശ്, ഇത് 2025 കഴിയാറായി. നിങ്ങൾ ഇങ്ങോട്ട് വാ. 2025 കഴിയാറായി, ഇങ്ങോട്ട് വാ. ഞാൻ ഏറ്റവും കൂടുതൽ വിഷമിച്ച എപ്പോഴെന്നറിയാ? പറ. മലയാള സിനിമയുടെ രോമാഞ്ചമായിരുന്നു നമ്മളെ ജയസാർ മരിച്ചില്ലേ? 1980 ജയസാർ മരിച്ചപ്പോഴത്തേക്ക് ഞാൻ വാവിട്ട് കിടന്നതിലെ വിളിച്ചു. അതിന്റെ മരിച്ചപ്പോ ഒരു വിഷമം ഉണ്ടല്ലോ, അതിന്റെ ടെൻഷൻ തീർക്കാൻ വേണ്ടി 2 ഉള്ളി ചാരായ അടിക്കണം. അല്ലേ പൈസ കളിയാ നീ സ്ഥിരം ചെയ്യണം. 2 ഉള്ളി ചാരായ അടിക്കണം. 2 ഉള്ളി ചാരായ അടിക്കാൻ വേണ്ടി ചെന്നപ്പോ ചാരായ നിരോധിച്ച് ആന്റണി സർക്കാർ ചാരായ നിർത്തലാക്കി. എന്റെ വിഷമം കൂടെ ചേർത്ത് ഞാൻ നിന്ന് കരഞ്ഞ് സുനാമി ഉണ്ടായി. 2004 എന്നിട്ട് ഞാൻ കരച്ചിൽ നിർത്തിയില്ല. വാവിട്ട് കരഞ്ഞ് നിൽക്കാൻ പറ്റും, നമുക്ക് നിർത്താൻ പറ്റും. വിഷമമില്ല ഇതൊക്കെ. അങ്ങനെയാണ് പ്രളയം ഉണ്ടായത്. 2018 പ്രളയം ഉണ്ടായി. പ്രളയം ഉണ്ടായി. അത്ര തന്നെ. രമേശേ, കളിക്കരുത്, ഇങ്ങോട്ട് വാ. പ്രളയം ഉണ്ടായിടേ. ഞാൻ കാരണമല്ലേ ഇതൊക്കെ നീ കാരണം എന്തൊരു തേങ്ങ സംഭവിച്ചത്? കുഴപ്പമില്ലേ? ആർക്ക്? കാണിച്ച എടാ, എന്റെ ആദ്യരാത്രി പോലും ഞാൻ ഇവളടുത്ത് പറയാത്ത രഹസ്യം നീ ഇങ്ങനെ ആക്കിയില്ലേ? ബാബിട്ടങ്ങ് പറഞ്ഞല്ല, നമ്മള് പൊളിഞ്ഞില്ലേ? എല്ലാം പൊളിഞ്ഞില്ലേ? അതുകൊണ്ട്
ഇനി നോർമൽ മൈൻഡിൽ ജീവിക്കാൻ പറ്റുള്ളൂ മുമ്പ്. അപ്പോഴും അഭിനയിക്കണത് ഞാൻ. അഭിനയിക്കണത് ആ നീ മെന്റലിസ്റ്റ്. ഇനി മുതൽ ഞാൻ കട്ട മെന്റല്. പോയി മാനിന് പുല്ലെടുത്തിട്ടോട് ചവിട്ടളെ. നല്ലൊരു ഉഷാർ കൈഡി 4 പേർക്ക്. ഇവര് 3 പേർക്ക് ഫൈസൽ അലിന് ഒരു നല്ല കൈഡി. കിച്ചുകൂട്ട ചേട്ടാ. ബിജു ചേട്ടാ, ശ്രീജു, സൂര്യശ്രീ നല്ല സ്കിറ്റ് ആയിരുന്നു കേട്ടാ. നല്ല രസമുണ്ടായിരുന്നു. സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുന്ന കാര്യമാണ് ഈ മെന്റലിസം എന്ന് പറഞ്ഞ സംഭവം അല്ലേ. നമ്മൾ ചെല്ലുന്ന സ്ഥലങ്ങളിലെല്ലാം ഒരു മെന്റലിസ്റ്റ് ഉണ്ടാവും നമ്മളെ അല്ലേ. അത് എനിക്ക് തോന്നണത് ചില കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് നമ്മൾ കാണുന്ന പോലെയൊക്കെ തന്നെ വിശ്വസിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു അല്ലേ. അതെ അതെ ഉണ്ടല്ലേ. ആ ഒരു കണ്ടന്റ് എടുത്തത് വളരെ നല്ലതായിരുന്നു കേട്ടോ. കാരണം അതൊരു പ്രസന്റ്ലി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണുള്ളത്. അത് വളരെ ഗംഭീരമായിരുന്നു. അതിനകത്ത് കുറേ തമാശകളുണ്ടായിരുന്നു. എന്തൊക്കെ തമാശകൾ ഇതിനകത്ത് ഉൾപ്പെടുത്താം അതെല്ലാം നിങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ ആ ക്യാമറയിൽ നോക്കിയിട്ടുള്ളത് അത് ഭയങ്കര രസമായിരുന്നു കേട്ടോ. ബിജു അത് ഉഗ്രനായിട്ട് ചെയ്തത്. അത് കുറേ നേരം കഴിഞ്ഞിട്ട് നമ്മളതെല്ലാം മറന്ന് ഈ കൂട്ടുകാരനെ മറന്നിരിക്കുന്ന സമയത്ത് അയാളെക്കുറിച്ച് ഒരു ദുഷിപ്പ് പറഞ്ഞപ്പോൾ തന്നെ ക്യാമറയിൽ നോക്കി. അത് ഭയങ്കര ടൈമിങ്ങും ഭയങ്കര രസമായിരുന്നത്. പിന്നെ മെൻ്റലിസ്റ്റ് വന്നിട്ട് ഞാൻ കരുതിയത് ഇയാളുടെ മണ്ടത്തരങ്ങളായിരിക്കും എന്ന് കരുതി. പക്ഷെ മെൻ്റലിസ്റ്റ് വന്നിട്ട് നല്ല രസമുണ്ടായിരുന്നു. ആ പറഞ്ഞിട്ട് അതിൻ്റെ ആ ചേഷ്ടകളും കാര്യങ്ങളും ആ കൗണ്ട് ചെയ്യുന്ന സംഭവങ്ങളൊക്കെ ശ്രീജു നല്ല ഗ്രാൻഡായിട്ട് ചെയ്തത്. അതിനകത്ത് കുറേ ഹ്യൂമറുകൾ ഉണ്ടായിരുന്നു. ഈ മെൻ്റലിസ്റ്റ് വന്നിട്ട് ഇയാളെ മെൻ്റലിസം ചെയ്തതിന് ശേഷം ഇയാൾ ഉള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ ഇയാളെ എങ്ങനെ റിക്കവർ ചെയ്യണമെന്ന്. കാരണം പറഞ്ഞും പോയി പെണ്ണായിട്ട് സ്നേഹമാണ്, കല്യാണം കഴിക്കും, ടൈലെടുത്ത് മാറ്റും, നിന്നെ കുഴിച്ചിടും, അതൊക്കെയാണ് ഭയങ്കര സംഭവം. ഇതെങ്ങനെ മാറ്റി പറയും. അതൊരു ട്വിസ്റ്റായിരുന്നു കേട്ടോ. ഭയങ്കര ട്വിസ്റ്റായിരുന്നു അത്. മെന്റലിസ്റ്റും മെന്റലുമായി മാറി. അത് ക്ലൈമാക്സ് ഒക്കെ നന്നായിരുന്നു. അതിന് ഉള്ളിലുള്ള കുറേ തമാശകളും അതുപോലെ തന്നെ സൂര്യശ്രീ നല്ല ഗംഭീരമായിരുന്നു കേട്ടോ. ഈ പറഞ്ഞ കൂട്ട് തന്നെ ആ ക്യാൻഡിൽ കത്തിക്കുന്ന ആ സംഭവം ഭയങ്കര രസമായിരുന്നത്. അതിൻ്റെ ടൈമിങ്ങും അതൂതലും അതിൻ്റെ കൗണ്ടർ ഏറ്റവും അവസാനം പറഞ്ഞ വിറ്റ് നല്ല ഉഗ്രനാണ്. കാരണം ഏത് പള്ളിയിലാണ് നമ്മളെ വേളാങ്കണ്ണി പള്ളിയിൽ വരെ ഇത്രയും എഴുതി കത്തിച്ചിട്ടില്ല. കാരണം അത്രമാത്രം കുറ്റങ്ങൾ ചെയ്തിട്ടുണ്ട്. ആദ്യം തുടങ്ങിയ അവസാനം വരെ നല്ല സ്കിറ്റായിരുന്നു. കൗണ്ടറുകളും തമാശ ഉണ്ടായിരുന്നു. 3 പേരും ഗംഭീരമായിരുന്നു കേട്ടോ. ഓൾ ദ ബെസ്റ്റ്. നല്ല സ്കിറ്റായിരുന്നു, നല്ല സ്ക്രിപ്റ്റ് ആയിരുന്നു. അതിലുപരി എനിക്ക് ബിജു വർഗീസിന് ഭയങ്കര ഇഷ്ടമായി. നല്ല രസമായിട്ട് ചെയ്തു, നല്ല ലൈവായിട്ട് ചെയ്തു. നിങ്ങൾ ഇപ്പോൾ കുറേ ആയിട്ട് കണ്ടന്റുകൾ തപ്പിയെടുക്കാനായിട്ട് മിടുക്കന്മാരാണ്. പുതിയ സാധനങ്ങൾ. ഇതിപ്പോൾ നമ്മൾ കറൻ്റ് നടന്നുകൊണ്ടിരിക്കുന്ന ഇഷ്യൂ എടുത്താലും അത് ഒരുപാട് അങ്ങോട്ട് അതിലേക്ക് ഇറങ്ങിത്തിരിക്കാതെ ജസ്റ്റ് അതൊന്ന് പാസ് ചെയ്ത് വിട്ടെങ്കിലും ആ ഒരു സബ്ജക്റ്റ് എടുത്ത് അതിൻ്റെ അകത്ത് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ കിട്ടും. നല്ല വൃത്തിയായിരിക്കും നിങ്ങളുടെ കണ്ടന്റ്. ശ്രീജുവിൻ്റെ ശ്രീജു ആണോ? ശ്രീജുവിന് ഇങ്ങനെ എന്തെങ്കിലും അനുഭവം ഉണ്ടോ? മെന്റലിസ്റ്റ് ആയിട്ടോ അതോ അപ്പുറത്ത് ഇതിപ്പോ ബിജുകുട്ട ചേട്ടൻ പറഞ്ഞല്ലോ, ഞാൻ ഇത് കണ്ടു. ഞാൻ ഇങ്ങനെ മെന്റലിസം ചെയ്യുന്നു. ഈ മരിച്ചുപോയ ആൾക്കാർ ഭയങ്കര സെന്റിമെന്റ്സും ഭയങ്കര കരച്ചിലും ബഹളമായിട്ട്. അപ്പൊ ഇത് കണ്ടപ്പോ ഞാൻ അതൊരു സാധനം ഉണ്ട് എന്ന് തോന്നിയിട്ട് ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത സാധനം. പിന്നെ സ്ക്രിപ്റ്റ് ഞങ്ങൾ അതൊക്കെ നന്നായിരുന്നു. അല്ല, എനിക്ക് തോന്നുന്നു റീസെന്റ് നടക്കുന്ന കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ശ്രീജു ക്യാച്ച് ചെയ്യും. മറ്റേ ടാറ്റു അങ്ങനെയുള്ള അല്ല, അതാ പറഞ്ഞ കണ്ടന്റ് തപ്പിയെടുക്കുന്നതിൽ നിങ്ങൾ കാണിക്കുന്ന ആ ഒരു ബുദ്ധി നല്ലൊരു ബുദ്ധിയാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് ആവശ്യത്തിനുള്ള ഇതിപ്പോൾ അതിൻ്റെ അകത്ത് നിറവിന് വേണ്ടിയിട്ട് നിങ്ങൾ ആവശ്യത്തിനുള്ള സാധനങ്ങൾ ചേർത്തിട്ടുണ്ട്. ഒന്നും ബോറിംഗ് ആയിട്ടില്ല. നല്ല ടൈമിംഗ് ആയിരുന്നു, നല്ല പഞ്ചായിരുന്നു, നല്ല രസമായിട്ട് പോയി സ്കിറ്റ്. കുറച്ച് കണ്ടില്ലായിരുന്നല്ലോ ബിജു വർഗീസ് എവിടെ ആയിരുന്നു? സുഖമല്ലായിരുന്നു. എന്തു പറ്റി? ഒരു ആക്സിഡന്റ് ആയത്, ചെറിയ ബാക്ക് പെയിൻ ഉണ്ടായിരുന്നു. ഫിസിയോതെറാപ്പി ആയിട്ടൊക്കെ നമ്മൾ മാറിയിട്ടില്ല. 2-3 ഷെഡ്യൂൾ വരാത്തതുകൊണ്ട് വന്നേ. വരാതെ വീട്ടിലിരിക്കുമ്പോൾ ഇവിടെ ചെയ്യുന്നത് അവിടെ ഇരുന്ന് കാണുമ്പോൾ ഒരു വിഷമല്ലേ, എങ്ങനെയും ഓടി ഇങ്ങോട്ട് എത്തിയാൽ മതി എന്നുള്ളൊരു അല്ലേ? അത് അങ്ങനെയല്ല. ഗ്രൂമേഴ്സിനെ അറിയാം. ഞാൻ ഇന്നലെ മെനഞ്ഞന്നൊക്കെ അവിടെ ഗ്രൂമിങ് കാണാൻ വന്ന അവസ്ഥ അവർക്ക് അറിയാം. ഇപ്പോഴും എനിക്ക് ശരിക്കും പറഞ്ഞാൽ നിൽക്കാൻ പറ്റൂലായിരുന്നു. അതിനിടയിലാണ് ശ്രീജു തൂക്കിയെടുത്ത് ഒരു എറിഞ്ഞത്. പക്ഷെ അതൊന്നും ആ വേദനകളൊന്നും നമുക്കിവിടെ ഫീൽ ചെയ്തില്ല. ആ മടുപ്പുകളൊന്നും നല്ല ജോറായിട്ട് ബിജു വർഗീസ് ഇന്ന് ചെയ്ത് എനിക്ക് ഭയങ്കര മൊത്തത്തിൽ സ്കിറ്റ് നല്ല രസമായിരുന്നു. അത്യാവശ്യം നമുക്ക് ചിരിക്കാനുള്ള കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുണ്ടായിരുന്നു. 3 പേരും ഗംഭീരമായി. എടുത്തു പറയേണ്ട ബിജു വർഗീസിന്റെ കാര്യമാണ്. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. ഞാൻ ഈ കണ്ടന്റ് ആദ്യം നല്ല ഗൈഡ് തരാം. ക്ലാസ് ആയിരുന്നു കേട്ടോ, അടിപൊളിയായിരുന്നു. പിന്നെ അതിനകത്ത് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു കൗണ്ടർ പോലും വേസ്റ്റ് ആയില്ല. എല്ലാ കൗണ്ടറുകളും നല്ല ഡീസൻ്റ് ആയിട്ട് പ്ലേ ചെയ്തു എന്നുള്ളതാണ്. ബിജുക്കുട്ടൻ പറഞ്ഞ പോലെ തുടക്കം തൊട്ട് ആ മെഴുകുതിരി ഊതുന്ന ടൈമിൽ തൊട്ട് സൂര്യശ്രീയും ബിജു വർഗീസിനും രണ്ടാമത്തെ പിന്നെ ഊതിക്കെടുത്ത് അതെന്താ അറിയാമോ, അത് കെട്ടുപോയിട്ട് ഒരു ആവശ്യമില്ലാതെ കത്തിയേക്കുന്നില്ല. അതെ. അപ്പൊ മൂന്നാമത് വന്നപ്പോൾ നമ്മൾ വിചാരിച്ചു അതും കെട്ടു വന്നു. പക്ഷെ പെട്ടെന്ന് ബിജു പിടിച്ചു. ആ കോമ്പിനേഷൻ തൊട്ട് തുടങ്ങിയ ഒരു പരിപാടി ശരിക്കും ഇതിനകത്തുണ്ടല്ലോ. ഇത് കൗണ്ടർ സ്കിറ്റിലുപരി നിങ്ങളുടെ ആക്ടിങ് കൊണ്ട് കയ്യടി മഴിച്ചിട്ട്
3 പേരും. കാര്യം അതിനകത്ത് ഏറ്റവും അധികം നമുക്കറിയാം, ഒരു മെന്റലിസ്റ്റ് ആണെങ്കിലും അല്ലെങ്കിൽ കൈ നോക്കാമെന്ന ഒരാൾ നമ്മുടെ അടുത്ത് ആദ്യം ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടി പറയും, നല്ല സമയമാണ് കേട്ടോ, നല്ല സമയമാണ്, ഇനി വരാൻ പോകുന്നത് നിങ്ങളുടെ ഐശ്വര്യം എന്ന് പറഞ്ഞ പോലെയാണ് ഏതൊരാളും പറയുന്നത്. മമ്മൂട്ടി മോഹൻലാലിനെ ഇഷ്ടമല്ലാത്ത ആരുമില്ല അല്ലേ? അത് കണ്ടെത്തൽ ഭയങ്കരമാണ്. കാര്യം മമ്മൂട്ടി മോഹൻലാൽ എന്ന് പറയുന്ന ഒരു ചേഞ്ചിലേക്ക് വന്നൊരു സാധനം, അതാണ് എൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അവിടെ തൊട്ട് ബാക്കി മെന്റലിസ്റ്റ് വന്ന് പറയുന്നു. പിന്നെ ഒരു പ്ലേ എന്ന് പറയുന്നത് ബിജു ഭയങ്കരമായിട്ട് പ്ലേ ചെയ്തു കേട്ടോ. അതുപോലെ സൂര്യശ്രീയാണല്ലോ നിങ്ങൾ തമ്മിലുള്ള മാറ് എന്ന് പറഞ്ഞതിന് ശേഷം ലാലേട്ടനായി അതിനുശേഷം മാറി. പിന്നെ ഇത് നേരെ വന്ന് നിന്നൊരു ഒരു കഥയുണ്ട്. അതായത് ഈ നൂറ്റാണ്ടുകൾ മാറി മാറി വരുന്നൊരു സാധനം. ജയൻ സാറ് മരിച്ചിടം തൊട്ടൊരു കഥ പറഞ്ഞ് പ്രളയത്തിൽ വന്ന് നിൽക്കുന്ന ഒരു പ്രളയത്തിലേക്ക് എത്തി. അത് നീങ്ങി കൊറോണ വരെ എത്തായിരുന്നു. കുറച്ചുകൂടെ നീങ്ങി കൊറോണ വരെ. അതെ 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 അതെ, അത് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. നിങ്ങൾ ഈ പറയുന്ന പോലെ കളിച്ച് കെട്ടിയ ഒരു സ്കിറ്റാണ്. 3 പേരും തകർത്താടി. അതേപോലെ ഫോണിന്റെ നല്ലതായിരുന്നു. സ്വന്തം ഫോണിൽ നിന്ന് വിളിച്ചു താഴെ വെച്ചു മിസ് കോൾ അടിച്ചിട്ട് കണ്ടു. കൂട്ടുകാരൻ അതിലും വലുത്. അതെ അതെ, വൈഫിന്റെ ഫോണിൽ വിളിച്ചാൽ പോരെ. എന്തായാലും കൊള്ളാം. അവസാനം ഈ കഥ പറഞ്ഞ് കടവൽ ഖജൻ എന്നൊക്കെ പറഞ്ഞ് യാതൊരു ബന്ധമില്ലാത്ത കടവൽ ഖജനിൽ കൊണ്ട് നിർത്തി. എന്തായാലും വളരെ രസകരമായിട്ട് ചെയ്തത്. 3 പേർക്ക് ഓൾ ദ ബെസ്റ്റ്. അടിപൊളി. താങ്ക് യു. അപ്പോ എന്നാ പിന്നെ നമുക്ക് ഐശ്വര്യമായിട്ട് എമൗണ്ട് കൊടുത്ത് നടക്കാം. പ്രചോദേട്ടാ, ഞാനൊരു 20 രൂപ കൊടുക്കും. 20,000 രൂപ. ബെജുകൊട ചേട്ടാ, ഞാനൊരു 15,000 രൂപ കൊടുക്കാം. 35,000 രൂപ. നസീർക്ക ബാക്കി പിടിച്ചോ. അയച്ചോ. ടോട്ടൽ 60,000 രൂപ. നല്ല എമൗണ്ട് ആണ്. ഉഷാറായിട്ട് പോട്ടെ. പുതിയ കണ്ടത്തിലുമായിട്ട് വരൂ. അടിച്ച് കയറ്റിക്കളയും. ഇനിയും റീചാർജ് ചെയ്യാനുള്ള സമയമാണ്. നന്നായിട്ട് ഉറങ്ങാനുള്ള സമയമാണ്. എല്ലാവരും വീട്ടിൽ പോയി നന്നായിട്ട് ഉറങ്ങാൻ ഭക്ഷണം കഴിച്ച് ഞാനും പോകുന്നു. അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെ ദിസ് ഇസ് ബൈ ഫ്രം ജീവ ആൻഡ് ബൈ ഫ്രം ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റം വേറെ. ഗുഡ് നൈറ്റ്.